നമ്മൾ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ അകത്തൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിക്കുകയായിരുന്നു. ഈ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ ആധികാരികത അറിയണമെങ്കിൽ ബൈബിൾ നിങ്ങൾ ഉടനീളം ഒന്ന് പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ദൈവത്താൽ ആരെങ്കിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, ദൈവം ആരെയെങ്കിലും ബൈബിളിൽ അനുഗ്രഹിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം ദൈവം ആദ്യമേ കൊടുത്തിരുന്ന കാര്യമായിരുന്നു ദൈവത്തിൻ്റെ കാവലില്ലാതെ ആരും വളർന്നിട്ടില്ല. നിങ്ങൾ ആരുടെ കാര്യം പറ, ബൈബിളിലുള്ള ഏത് വ്യക്തിയുടെ കാര്യം എടുത്തു പറ, ഇവരെല്ലാം കാവലുള്ളത് കൊണ്ടാണ് വളർന്നത്. ഇല്ലെങ്കിൽ ഏത് നിമിഷവും പിശാച് ഇങ്ങനെ നിൽക്കുക, എവിടെയെങ്കിലും ഒരു അല്പം ഓപ്പണിങ് മതി, അവൻ കയറി അവൻ നശിപ്പിച്ചു കളയും. ഒരാണിയെങ്കിലും മതി, ഒരല്പമെങ്കിലും മതി. യേശു കർത്താവ് പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനും ഞാനുമായിട്ട് യാതൊന്നുമില്ല, അവന്റെ യാതൊന്നും എൻ്റെ കയ്യിലില്ല. ഒരു ദൈവവേദന എങ്ങനെ ആയിരിക്കണം? പല വ്യക്തികളുടെ ലൈഫിലും ഇത്രയും ശ്രേഷ്ഠകരമായ ദൈവത്തിന്റെ വചനം ഇത്രയും കേട്ടിട്ട് ചില വ്യക്തികൾ ഇന്നും ഇവിടെ തന്നെ ഇരിക്കുക. ചില വ്യക്തികൾ ഇന്നും പഴയ അളവിലാണ്. ഇത്രയും വിടുതൽ കേൾക്കുന്നു, ഭയങ്കര കാര്യങ്ങൾ, ഇത്രയും റിസോഴ്സുകളുള്ള അല്ലെങ്കിൽ ഇത്രയും വെൽത്തായിട്ടുള്ള റിച്ചായിട്ടുള്ള ദൈവവചനത്തിന്റെ മർമ്മം കേട്ടിട്ട് ചിലർക്ക് വളരാൻ പറ്റുന്നില്ല, ഉയരാൻ പറ്റുന്നില്ല. അവർക്ക് 10 വർഷം മുമ്പുള്ള പ്രോബ്ലം ഇപ്പോഴും പ്രോബ്ലമാണ്. എന്താ കാര്യം എന്നറിയാമോ? അവരുടെ ലൈഫിൽ ദൈവത്തിന്റെ കാവലില്ല. അവരുടെ ലൈഫ് ഓപ്പണാണ്. ഏത് സമയത്തും പിശാചിന് വരാം. അവരുടെ എന്തും കൊണ്ടുപോവാ, ബാങ്ക് ബാലൻസ് കൊണ്ടുപോവാ, ആരോഗ്യം കൊണ്ടുപോവാ, അവരുടെ കുഞ്ഞുങ്ങളുടെ നന്മ കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ. ഇവർ പിന്നെയും അധ്വാനിക്കുക. ഓട്ടക്കീശയിൽ കാശിടുന്ന, ഓട്ടപാത്രത്തിൽ കാശിടുന്ന പോലെ, അല്ലെ, ഓട്ടസഞ്ചിയിൽ കാശിടുന്ന പോലെ എത്ര ഒഴിച്ചാലും നിറയുന്നില്ല. ഇവരെല്ലാം പ്രോബ്ലം പറയുന്നത് ആരെയായിരിക്കും? പോകുന്ന ചർച്ചിനെ പ്രോബ്ലം പറയും, പാസ്റ്ററിനെ പ്രോബ്ലം പറയും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓർക്കും. അല്ല, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ അത് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തുവാ? നിങ്ങളുടെ ലൈഫിൽ വാതിലുകൾ തുറന്നിട്ടേക്കുന്നത് അടയ്ക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ചോർച്ചകളുള്ളത്. നിങ്ങൾ നടക്കേണ്ടത് സ്പിരിച്വൽ കാവലില്ല. പല വ്യക്തികൾക്കും അവർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ലൈഫിൽ പല സാഹചര്യങ്ങളിലൊക്കെ നഷ്ടങ്ങൾ പറ്റുന്നു. ഇല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദൈവവൈദ്യന്റെ ജീവിതം കെട്ടിയടച്ച തോട്ടമാണ്. ഒരു ദൈവവൈദ്യന്റെ ജീവിതം എന്തുവാ? കെട്ടിയടച്ച തോട്ടമാണ്. ശത്രുവിനൊന്നും കയറാൻ പറ്റത്തില്ല. അത് ഏതൊക്കെ രീതിയിലാണ്? നിന്റെ കുടുംബം കെട്ടിയടച്ച തോട്ടമാണ്, നീയും ഒരു തോട്ടമാണ്. നമ്മുടെ ലൈഫിലേക്ക് വരാതിരിക്കാനാ സർവായുധ വർഗത്തിന്റെ കാര്യം പഠിപ്പിക്കുന്നത്. സർവായുധവർഗത്തിന്റെ കാര്യം. 2, നമ്മുടെ കുടുംബത്തിലേക്ക് കയറാതിരിക്കാനാ ദൈവത്തിന്റെ സുരക്ഷയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഈ സുരക്ഷ നമ്മൾ ഒത്തിരി ചാപ്റ്റേഴ്സ് ഞങ്ങൾ കണ്ടു. ഇത് നഷ്ടം. ഇസ്രായേൽ മക്കൾക്ക് സുരക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മന്ത്രവാദം വലിച്ചില്ല, അത് വലിച്ചില്ല, ഇത് വലിച്ചില്ല, എന്തോ വന്നു നടന്നില്ല, ഒരു കാര്യം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പിന്നീട് 2ാമത്തെ യൂണിറ്റ് ഞങ്ങൾ കണ്ടു, കാവല് നഷ്ടമായ വഴിയെ പോകുന്നത് മൊത്തം നമ്മുടെ മീതെ കയറും. കാവല് നഷ്ടമായാൽ ഉള്ള പ്രോബ്ലംസ് എല്ലാം നമ്മുടെ മീതെ കയറും. നമ്മുടെ ലൈഫിൽ ഇരിക്കാൻ പറ്റത്തില്ല. പ്രോബ്ലംസ് ആയിരിക്കും. ഉയർച്ചയില്ല, നന്മയില്ല, അനുഗ്രഹമില്ല, ഇങ്ങനെ പോകും. പക്ഷെ പിന്നെ നമ്മൾ കണ്ടു, ഇസ്രായേൽ മക്കളുടെ ലൈഫിലും ഇത് സംഭവിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇവർ ദൈവത്തോട് നിലവിളിച്ചു. കേട്ടോ, ഞങ്ങൾ ഇതെല്ലാം കണ്ടതാ. എന്നിട്ട് നമ്മൾ കണ്ടു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം. ഇനിയുള്ള നാളുകളെങ്കിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കാവൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കണം. നമ്മൾ അന്നേരം കണ്ടു ബിൽഡ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കാവൽ നഷ്ടപ്പെടുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു, അല്ലേ? ദൈവവചനത്തോട് സീസൺ അങ്ങനെ ഏതൊക്കെ സമയത്താണ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം കണ്ടു. നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുക, ആഴമായി നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു ഭാഗമാണ്. ഞാൻ 3 രീതികളിലാണ് നമ്മുടെ ജീവിതത്തിൽ വാതിലുകൾ തുറക്കപ്പെടുന്നത്. 1ാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പൂർവ്വപിതാക്കന്മാർ വഴി. നമ്മുടെ ജീവിതത്തിൽ ചില കുടുംബത്തിൽ ചില കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ കുടുംബത്തിന് മീതെ ഒരു കാവലില്ലായിരുന്നു. അതുകൊണ്ട് എന്താ പറ്റി? ആ പിള്ളേർ പോയിടത്തും കാവലില്ലായിരുന്നു. ചില വീട്ടിലെ പിള്ളേർ പോകുന്നിടത്തെല്ലാം അറ്റാക്കാം. കാരണം ആ വീടിന്റെ മീതെ ഒരു കാവലില്ല.
ആ വീടിൻ്റെ മീതെ ഒരു കാവലില്ല. ഞാൻ പല സമയത്തും എത്രയോ സമയത്ത് എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ പറഞ്ഞത് അറിയാം. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് പറഞ്ഞ കാര്യം, ഈ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയുള്ള, ഞാൻ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് നിനക്ക് ആ രോഗം വന്ന് നീ തകരാൻ തുടങ്ങുമോ. അത്രയും നാൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചിട്ടില്ലായിരുന്നു. അനുസരിക്കത്തില്ലായിരുന്നു. എന്നോട് സ്നേഹം, പക്ഷെ റോയിച്ച എൻ്റെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ അങ്ങ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. റോയിച്ച പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോളാം, പക്ഷെ ആ സ്പിരിച്വൽ കറക്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ വേറൊരു സിസ്റ്റർ, ഞാൻ അന്ന് അവരോട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് എന്നോട് പറയുന്നു, നീ നിൽക്കുന്ന വീടാ പ്രശ്നം. നിന്റെ നിൽക്കുന്ന വീട് നിനക്ക് കാവലില്ലാത്തതാണ്. ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറാൻ പറഞ്ഞു. അന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ രക്ഷപ്പെടണം, കാരണം ജീവിതത്തിൽ ആരോഗ്യം തകർന്നു. അടുത്ത ദിവസം തന്നെ വീട്ടിൽ നിന്ന് മാറി. അതോടുകൂടി ആരോഗ്യം റിസ്റ്റോർ ചെയ്തു. ഉയരാൻ പറ്റുന്ന മേഖലകളുടെ ഹയർ ലെവലിൽ ഉയർന്നു. പക്ഷെ ആ വീട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരോ പല രീതികളിൽ തകർന്നു. ഞാനിത് അവിടെ ഇവിടെ തൊട്ടും പിടിച്ചും പറയാം. ചില വീടുകളുടെ മീതെ കാവലില്ല. അപ്പൊ പാരമ്പര്യമായിട്ട് കാവൽ പോയി കിടക്കാം. ചിലർക്ക് 3 മാസം, 1 വർഷം, 6 മാസം ഇങ്ങനെ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കും. അവർ പോകുന്നിടത്തൊന്നും ഉയരാൻ പറ്റത്തില്ല. മറ്റ് ചില വ്യക്തികൾക്ക് ഒന്നാമത്തെ പാരമ്പര്യമായിട്ടുള്ളത്, രണ്ടാമത്തെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ വാതിലുള്ളത്. അത് കുടുംബത്തിന്റെ പ്രശ്നമല്ല. ചിലത് കുടുംബത്തിലുള്ള മാതാപിതാക്കളുടെയും പൂർവികന്മാരുടെയും പ്രശ്നമല്ല. എൻ്റെ ലൈഫ് അവർ മാന്യതയുള്ളവരായിരുന്നു, അവർ ദൈവകൃപയുള്ളവരായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതം പാപത്തിലും കൂട്ടുകെട്ടിലും വേറെ രീതിയിൽ ഓടിപ്പോയി. ഞാൻ തുറക്കപ്പെട്ട വഴികൾ ഒത്തിരി കിടക്കാം. അപ്പൊ എനിക്ക് അറ്റാക്ക്, അവർക്കല്ല അറ്റാക്ക്. അവരുടെ ചില വീട്ടിലുള്ള ചില പിള്ളേർക്ക് നല്ലതാ, മറ്റു ചിലർക്കോ. ഇതെല്ലാം നമ്മൾ ഓരോന്നോരോന്നോരോ ഇത് പഠിക്കണം. ചുമ്മാതെ ഒരു കൂഹാപോഹം പുകവടല വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയല്ല. ഇതൊക്കെ ഇരുന്ന് അടുക്കിനും ചിട്ടയോടെ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിലുള്ള പ്രോബ്ലത്തെ ഡയഗ്നോസ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉയരാൻ പറ്റത്തില്ല. അല്ലേ? നിങ്ങളെല്ലാവരും ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുന്നത് കൊണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് ഒരു തമാശ പറയാം. ഒരിക്കൽ ഒരു പയ്യൻ എന്നോട് പറഞ്ഞതാ. ഒരു ചെറുക്കൻ, അവർ സ്കിറ്റ് ചെയ്തതാ. ഒരു ചെറുക്കൻ ഒരു ഹോസ്പിറ്റലിൽ പോയി. ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ, എൻ്റെ ശരീരം മൊത്തം എവിടെ തൊട്ടാലും വേദനയാണ് എന്ന് പറഞ്ഞു. പുള്ളിയെ തൊട്ട് നോക്കിയാൽ മതി, ഇവിടെ തൊട്ടോ വേദനയാ, ഇവിടെ തൊട്ടോ എല്ലാ ശരീരത്തിൽ എവിടെ തൊട്ടാലും, തലയെ തൊട്ടാ വേദന. അപ്പൊ ഡോക്ടർ തൊടുമ്പോൾ പുള്ളിക്ക് വേദനയില്ല. പുള്ളി ശരീരത്തിൽ എവിടെ തൊട്ടാലും പുള്ളിക്ക് വേദന. തലയെ തൊട്ട പുള്ളിയുടെ കൈ കൊണ്ട് പുള്ളി കാലയെ തൊട്ടാൽ ഭയങ്കര വേദന. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യായി. കൈ എവിടെ തൊട്ടാലും വേദന. ഡോക്ടറോ വേറെ ആരെയും തൊട്ടാൽ പുള്ളിക്ക് അങ്ങനൊന്നും വലിയ വേദനയില്ല. അവസാനം ഡോക്ടർ മരുന്ന് കൊടുത്തു. ഒരാഴ്ചത്തേന് മരുന്ന് കൊടുത്തു. ഡോക്ടറെ മനസ്സിലാകുന്നില്ല. പിന്നെ ആ മരുന്ന് തീർന്നു. പുള്ളിക്ക് എല്ലാം വേദന. അവസാനം നോക്കിയപ്പോൾ എന്ന് പറയാം, തലവേദനയ്ക്ക് മരുന്ന് കൊടുത്തു, വയറുവേദനയ്ക്ക് മരുന്ന് കൊടുത്തു. കാരണം വയറെ തൊട്ടാ വേദന, കാലെ തൊട്ടാ വേദന, മുട്ടയെ തൊട്ടാ വേദന, കയ്യെ തൊട്ടാ, എല്ലാത്തിനും മരുന്ന് കൊടുത്തു. അവസാനം ഡോക്ടർ കണ്ടുപിടിച്ച് അവൻ്റെ കയ്യിൽ വിരളിൽ ഒരു മുള്ളിരിപ്പുണ്ട്. അതുകൊണ്ട് തൊടുന്നിടത്തെല്ലാം വേദനയായിരുന്നു. ഇത്രേ ഉള്ളായിരുന്നു. ആ ഗുളികയെല്ലാം കഴിച്ചത് വേസ്റ്റ് ആയിപ്പോയി. നമ്മൾ രോഗം ഡയഗ്നോസ് ചെയ്യാതെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ രോഗം മാറത്തില്ല. സ്പിരിച്വലി പ്രോപ്പറായിട്ട് രോഗം ഡയഗ്നോസ് ചെയ്യണം. വാതിലുകൾ അടയ്ക്കണം. അപ്പൊ 3 രീതിയിലാണ് വാതിലുകൾ തുറക്കപ്പെടുന്നത്. 1 പിതൃപാരമ്പര്യപരമായിട്ട്, 2 വ്യക്തിപരമായിട്ട്, 3 അതോറിറ്റി നിമിത്തം. ഞാൻ അതെല്ലാം പഠിപ്പിച്ചു. ഇന്നത് പഠിപ്പിക്കാൻ സമയമില്ല. അതോറിറ്റി നിമിത്തം. എന്തോ അതോറിറ്റി? നിങ്ങളുടെ മീതെ ദൈവമാക്കിയിരിക്കുന്ന അതോറിറ്റീസ് ഉണ്ട്. ആ അതോറിറ്റി സ്പിരിച്വൽ അതോറിറ്റി അല്ലെങ്കിൽ സെക്യുലർ അതോറിറ്റി വിക്കഡ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാം ഇത് പഠിപ്പിച്ചു. അവര് നിമിത്തം നിങ്ങളുടെ ലൈഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വിക്കഡ് അതോറിറ്റി ആണെങ്കിൽ. ഇനിയും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അവിടെ എല്ലാം പോട്ടെ. അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളാണ് എനിക്ക് മനസ്സിലാവും. ഓക്കെ, കർത്താവ് ഞാൻ ഇത് ചെയ്തു, ദൈവം ഓർപ്പിച്ചു തന്നാൽ മനസ്സിലാവും. പക്ഷെ പൂർവ്വപിതാക്കന്മാരുടെയോ 3, 4 തലമുറകളുടെ പുറകിലുള്ളതോ നമുക്ക് മനസ്സിലാകത്തില്ല. അതിന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന്റെ മുമ്പിൽ യാതൊന്നും മറവല്ല. ദൈവം ബൈബിളിൽ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ട്. ദൈവം എത്ര വർഷം മുമ്പുള്ള പാപം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 430 വർഷം മുമ്പുള്ള പാപം
ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കിടക്കാനുള്ളതിന്റെ കാരണം ഇസ്രായേൽ മക്കളുടെ പ്രശ്നമല്ല. ആരുടെ പ്രോബ്ലമാ? അബ്രഹാമിന്റെ പ്രോബ്ലം. അബ്രഹാം ചെയ്ത മിസ്റ്റേക്കാ. അബ്രഹാമിനോട് 85-ാമത്തെ വയസ്സ് ദൈവം പറഞ്ഞായിരുന്നു. അബ്രഹാമേ, നിന്റെ സന്തതി നീ അറിയാത്ത ദേശത്ത് അടിമകളായിരുന്ന് പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ആര് ചെയ്തതാ? അബ്രഹാം 85-ാമത്തെ വയസ്സ് ചെയ്ത മിസ്റ്റേക്ക് ഇസ്രായേൽ മക്കളുടെ 430 സംവത്സരത്തെ അടിമത്തം. ഇത് അവർ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിടുതൽ കിട്ടി. അബ്രഹാം മരിച്ചു, ഇസ്ഹാക്ക് മരിച്ചു, യാക്കോബ് മരിച്ചു, ഗോത്രപിതാക്കന്മാർ മരിച്ചു. എനിക്ക് ജീനിയോളജി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജീനിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നിപ്പം ബ്രദർ കോരഹ് പുത്രന്മാരുടെ ചരിത്രം പറഞ്ഞു. കോരഹ് എന്തുകൊണ്ടാണ് മത്സരിച്ച? കോരഹ് പുത്രന്മാർ കോരഹിന്റെ കൂടെ മത്സരിച്ച 250 പേര് അല്ലെ, 250 250 പേരെ ഭൂമി വായി പിളർന്ന് അവരെ വിഴുങ്ങിക്കളഞ്ഞു. കോരഹ് ആരാ? നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കണം. അബ്രഹാം. അബ്രഹാമിന് എത്രാമത്തെ വയസ്സിലാണ് ഞാൻ പറഞ്ഞ ശിക്ഷ കിട്ടിയത്? 85-ാം വയസ്സ്. അബ്രഹാം മരിക്കുന്ന എത്രാം വയസ്സിലാണെന്നറിയാമോ? 175-ാം വയസ്സിൽ അബ്രഹാം മരിച്ചു. ഐസക്കിന് 180-ൽ ഐസക്ക് മരിച്ചു. 180-ൽ ഐസക്ക് മരിച്ചു. ഇനി അടുത്തത് ആരാ? ജേക്കബ് 147-ൽ മരിച്ചു. ഈജിപ്തിൽ വെച്ച് മരിച്ചു. 147. അടുത്തത് യാക്കോബിന്റെ 12 മക്കളുണ്ട്. യാക്കോബിന് എത്ര മക്കളാണെന്ന് അറിയാം? 12 മക്കൾ. ഈ 12 മക്കളിൽ ഒരുവനാണ് ലേവി. 12 മക്കളിൽ ഒരുവനാണ് ലേവി. ലേവിക്ക് 3 മക്കളുണ്ട്. 3 മക്കൾ ആരൊക്കെയാ? കൊഹാത്ത്, മെരാരി, ഗർഷോൻ. 3 മക്കളുണ്ട്. കഹാത്ത്, മെരാരി, ഗർഷോൻ ലേവിയുടെ 3 മക്കളാണ്. ഈ കെഹാത്തിന്റെ വംശത്തിലുള്ള ഇവർക്കാണ് ദൈവം പെട്ടകം ചുമക്കാനും ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ കൊടുത്തത്. മെരാരിയുണ്ട്. മെരാരി ആലയത്തിന്റെ ഉപകരണങ്ങൾ ചുമക്കുക. ഗർഷോനുണ്ട്. ഗർഷോനും ആലയത്തിന്റെ ജോലിയുണ്ട്. ലേവിയുടെ 3 മക്കൾ ജോലിയുണ്ട്. പക്ഷെ കെഹാത്തിന് കൊടുത്ത ജോലി എന്തുവാ? കെഹാത്ത് വംശത്തിന് കൊടുത്ത ജോലി അതിവിശുദ്ധ സ്ഥലത്തെ പെട്ടകം ചുമക്കുക. അവർക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റുന്നത് കെഹാത്യ വംശത്തിലുള്ള അഹരോനാണ്. ഇവിടാണ് അഹരോനും മോശയും മിരിയാമും വരുന്നത്. ആരോൻ, മോസസ്, മിരിയാം വരുന്നത് ഇവിടെ വരുന്നത്. മിരിയാം വരുന്നത് കേട്ടോ. ഇവര് 3 പേരും വരുന്നത്. ഒരു ദിവസം ഈ അഹരോനെ മോശയും ദൈവം തെരഞ്ഞെടുത്തു. പക്ഷെ ഈ കെഹാത്ത് വംശത്തിലുള്ള മറ്റൊരുത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കെഹാത്തിലുള്ള മറ്റൊരുവനായിരുന്നു. കെഹാത്തിന് 3 മക്കൾ, 2-3 മക്കളുണ്ട്. ഇസ്കാർ എന്നോ അവന്റെ പേര്. ആ വക ഇസ്കാർ എന്നങ്ങയുടെ പേര്. അവിടെ ഉള്ളതാണ് കോരഹ്. കോരഹ് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് കെഹാത്ത് വംശത്തിൽ ഞങ്ങളും ഉള്ളവരാ. ലീഡർഷിപ്പിനെതിരെ മത്സരിച്ചു. കൂട്ടുകെട്ടുണ്ടാക്കി. പുള്ളി കൂട്ടുകെട്ടുണ്ടാക്കിയ ചുമ്മാതല്ല, ഈ കെഹാത്ത് വംശത്തിലുണ്ടെന്ന് പറഞ്ഞോണ്ട് ദൈവം പറഞ്ഞു, കെഹാത്ത് വംശത്തിലെ അഹരോനെയാണ് ഞാൻ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, പോട്ടെ. ഇപ്പൊ ഇത് നമുക്ക് ഈ കോരഹിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും. പോട്ടെ, നമുക്ക് ചിന്തിക്കാനുള്ളത് എത്ര തലമുറ അറിയാം? അബ്രഹാം, ഇസഹാക്ക്, ഐസക്, ജേക്കബ്. അടുത്തത് ജേക്കബ് കഴിഞ്ഞ് ലേവി. അടുത്ത ലേവിയുടെ മകൻ കൊഹാത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരുന്നത് അറിയാം? കൊഹാത്ത് കഴിഞ്ഞിട്ട് അമ്രാം കഴിഞ്ഞിട്ടാണ് മോസസ് വരുന്നത്. ആരോട് പറഞ്ഞതാ? എത്രാം വയസ്സിൽ പറഞ്ഞതാ? എത്ര തലമുറ കഴിഞ്ഞു?
മോസസിൽ കൂടെയാ ഇസ്രായേൽ മക്കൾ വിടുതലാകുന്നത്. ആ മോസസിൽ കൂടെയാ ഇസ്രായേൽ മക്കൾ വിടുതലാകുന്നത്. അപ്പം പിതാക്കന്മാർ ചെയ്തതിനെ ഓർക്കാനില്ല. ഞാൻ ചെയ്തത് എനിക്ക് ഓർത്തു പറയാം, പക്ഷെ ദൈവം പരിശുദ്ധാത്മാവിനെല്ലാം അറിയാം. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? അത് നമ്മൾ ഏറ്റുപറയണം. അത് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കണം. ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ പറയണം. ദൈവമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകണമേ, ഞങ്ങളെ ഓരോ രീതികളിൽ കർത്താവ് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പറയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങുമ്പം ദൈവം നമ്മളോട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കുന്നത്? ദൈവം 7 രീതിയിൽ സംസാരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം ചിന്തിച്ചതാ. 7 രീതിയിൽ സംസാരിക്കും. വചനത്തിൽ കൂടെ സംസാരിക്കും, വിഷനിൽ കൂടെ സംസാരിക്കും, റെവലേഷനിൽ കൂടെ സംസാരിക്കും, ഡ്രീംസിൽ കൂടെ സംസാരിക്കും, ചിന്തകളിൽ കൂടെ സംസാരിക്കും, പ്രോഫസി കൂടെ സംസാരിക്കും, തോട്ട്സിൽ കൂടെ സംസാരിക്കും. അത് എഴുതി വെക്കണം. അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച, കേട്ടോ. നിങ്ങൾ ഇത് ആഴത്തിൽ ചിന്തിക്കുക. ഞാൻ ഇന്ന് ഇവിടെ ഓടിച്ചു പറഞ്ഞു പോവാം. നമ്മൾ അടുത്ത സൈഡിലോട്ട് പോവാം. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു. ഇതുവരെ. ഇനി ഇത് മേജർ ഒരു കാര്യം. ഇത് വളരെ മേജർ ഒരു കാര്യം. ഒരാളുടെ ലൈഫിൽ വിടുതൽ എടുക്കണമെങ്കിൽ ആ വ്യക്തി ബൈബിൾ പഠിപ്പിക്കുന്നു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണം. ഒരാൾ വിടുതലെടുക്കണം. ഈ ദൈവവചനത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുത്തുകൊണ്ട് പോയി പഠിക്കണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇത് ഇച്ചിരി ഒരുപക്ഷെ കുറേ സമയം എടുക്കുന്നത് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളോട് കൂടെ ഞാൻ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യം, നിങ്ങളത് അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് ബൈബിളിൽ ഒരാൾക്ക് വിടുതലെടുക്കണം? പക്ഷെ നിങ്ങളെ അതിന് മുമ്പേ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകും. ബൈബിളിൽ 1 കൊരിന്ത്യർ 10, എബ്രായ ലേഖനം 4, അവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇസ്രായേൽ മക്കളുടെ യാത്രകളെ കുറിച്ച്, അതിനകത്ത് നടന്ന പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എഴുതിയേക്കാം, കേട്ടോ. ഓരോ കാര്യങ്ങൾ എഴുതിയേക്കാം. 1 കൊരിന്ത്യർ 10 പറഞ്ഞേക്കുന്ന വേർഡുകൾ എന്തുവാ? സഹോദരന്മാരെ, അവർക്കിതെല്ലാം സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതിന് നമ്മൾ ബുദ്ധിയോടെ മുൻപോട്ട് പോകണം. ഇത് നമുക്ക് ദൃഷ്ടാന്തത്തിനായി എഴുതിയിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ദൃഷ്ടാന്തത്തിനായി എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനം 4 പറയുന്നു, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്കും സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്കും ശേഷിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളിൽ ആർക്കെങ്കിലും ഇത് വരാതെ പോയി എന്നിരിക്കേണ്ടതിന് നാം ദൈവത്തെ ഭയപ്പെടുക. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച പലതും നിഴലായിരുന്നു. ഇത്രയും കിട്ടിയോ? ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച പലതും എന്തായിരുന്നു? നിഴലായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മേജറായിട്ട് നിഴലായിട്ടുണ്ടായിരുന്നത്? അവരുടെ പാസ് ഓവർ ഒരു നിഴലായിരുന്നു. പെസഹ എന്ന് പറയുന്നത് ഫീസ്റ്റുകൾ മൊത്തം നിഴലായിരുന്നു. നിങ്ങളൊന്ന് പറഞ്ഞേ, നിഴല 7 ഫീസ്റ്റുകളുണ്ട്. 7 ഫീസ്റ്റുകളും ഒരു നിഴലായിരുന്നു. രണ്ടാമത്തേത്, ഇവർ നടന്നു വരുന്ന വഴിക്ക് 7 ഫീസ്റ്റുകൾ, പെസഹ ആകട്ടെ, അൺലിവൻ ബ്രെഡ് ആകട്ടെ, എല്ലാം നിഴലായിരുന്നു. വരാൻ പോകുന്നതിനെ കാണിച്ചു. അവർ ഇസ്രായേൽ മക്കൾ ഈ മരുഭൂമിക്കൂടുള്ള യാത്രയിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണോ പോയത്? ആന്ന്. അടുത്തത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാകാത്ത ബാപ്റ്റിസം, സ്നാനം ഒരു നിഴലായിരുന്നോ? പറഞ്ഞോ, സ്നാനം നിഴലായിരുന്നോ? ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു, അത് നിഴലായിരുന്നോ? ചെങ്കടല് ക്രോസ് ചെയ്തത് ഒരു നിഴലായിരുന്നോ? എന്തിന് നിഴലായിരുന്നു? സ്നാനത്തിന് നിഴലായിരുന്നു. ഇവര് പാറയിലെ വെള്ളം കുടിച്ചു. ഇവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു. ആ വെള്ളം, വാട്ടർ, എന്തിനെ കാണിക്കുന്നു? ജീവജലമായ യേശുവിനെ കാണിക്കുന്നു. ഈ മരുഭൂമി യാത്രയിൽ കുടിക്കുകയെ ചെയ്തതാ. ഇനി അവര് കഴിച്ച മന്ന, പറഞ്ഞു, മന്ന എന്തിനെ കാണിക്കുന്നു?
മന്ന എന്തിനെ കാണിക്കുന്നു? കർത്താവിൻ്റെ ജീവന്റെ അപ്പമായ യേശുവിനെ കാണിക്കുന്നു മന്ന. അടുത്തത് ഇവര് അനുഗമിച്ച ക്ലൗഡ്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും, ഇതെന്തിനെ കാണിക്കുന്നു? ഇത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നു. ആണോ? ഇനി മോശ, അഹരോന്, യോശുവ, ഇതെല്ലാം യേശുവിന്റെ വ്യത്യസ്ത നേച്ചറിനെ കാണിക്കും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഇതെല്ലാം നിഴലായിരുന്നു. ഇസ്രായേൽ മക്കളുടെ യാത്ര, ജേർണി ഇങ്ങനെ വരയ്ക്കുക. ഒരു ടൈം ലൈനുള്ള ഒരു യാത്ര വരയ്ക്കുക. ഇതൊരു ജേർണിയുടെ ഒരു ഇതാന്ന് വെച്ചോ, ഇത് വരയ്ക്കുക. ഈ മരുഭൂമി കൂടെയുള്ള യാത്രയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ചെങ്കടൽ വന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ മാറ വന്നു, മന്ന കിട്ടി, പകൽ മേഘസമോ രാത്രി അഗ്നിത്തൂണാണ്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നുണ്ട്. ഇവരുടെ ഈ മരുഭൂമി കൂടെയുള്ള യാത്രയിൽ പല പ്രതിസന്ധികളും പല കാര്യങ്ങളും വന്ന് ഇങ്ങനെ പോവാം. ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയും ഒരു നിഴലായിരുന്നു. നമ്മളെ സംബന്ധിച്ച് എന്തിന്റെ നിഴലായിരുന്നു? നമ്മളെ സംബന്ധിച്ച നിഴല് നമ്മുടെ സ്പിരിച്വൽ ജേർണി. നമ്മുടെ സ്പിരിച്വൽ ജേർണി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ഇവിടെ യുദ്ധമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തലയുടെ മേളിൽ കൂടെ പോകുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾക്ക് ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നാളെ നടക്കാനുള്ള സംഭവങ്ങൾ കാണത്തില്ല. പക്ഷെ ദൈവ സാന്നിധ്യം മുമ്പേ പോയി, 3 ദിവസമൊക്കെ മുമ്പേ പോയി അവർ പാർക്കേണ്ടുന്ന വഴി, സ്ഥലം അന്വേഷിക്കേണ്ടതിന് മുമ്പേ പോയി നിങ്ങൾ സ്ഥലം ഒരുക്കിയെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പേ 3 ദിവസം മുമ്പേ പോയി നിങ്ങൾ പാർക്കേണ്ടുന്ന വഴി ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയെന്ന്. പക്ഷെ ഇസ്രായേൽ മക്കൾ അവിടോട്ട് ചെല്ലുമ്പോഴത്തേനും വഴി ക്ലിയർ ആക്കി. കേൾക്കുന്നുണ്ടോ? വഴി ക്ലിയർ ആക്കി. ഇസ്രായേൽ മക്കളുടെ യാത്ര എങ്ങനെയായിരുന്നു? ഈ യാത്ര എന്തോ പഠിപ്പിക്കുന്ന അറിയാമോ? എല്ലാ ദൈവമക്കളും, എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും, നമ്മൾ ഇന്ന് മരുഭൂമിക്കോടുള്ള യാത്രയല്ല, നമ്മൾ ഇന്ന് ഏതുള്ള യാത്രയാ? സ്പിരിച്വൽ ജേർണി. ഇതുപോലെ തന്നെ ഒരു ജേർണി, മരുഭൂമിക്കൂടെ വിൽഡർനെസ്സിലൂടെ യാത്ര പോലെ നമ്മളൊരു യാത്രയില്ല, സ്പിരിച്വൽ ജേർണിയില്ല. ഇന്ന് ഞാൻ ഈ പറയുന്ന വേർഡ് നിങ്ങൾ കുറച്ചൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാമെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ പലതിനും ജയിക്കാം. ഈ സ്പിരിച്വൽ ജേർണിയിൽ, ഈ ഫിസിക്കൽ ജേർണിയിൽ പ്രതിസന്ധികളുണ്ട്, അറ്റാക്കുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ട്. കറക്റ്റാണോ? ശ്രമങ്ങളുടെ യാത്രയിലെല്ലാം ഉണ്ടായിരുന്നോ? യുദ്ധം എല്ലാം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിലും ഉണ്ട്. ഇവർക്ക് വേണ്ടി ഇവരോട് പറഞ്ഞു യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അവരോട് പറഞ്ഞു നിങ്ങൾ പോയി അമാലിയക്കിനോട്, ശത്രുവിനോട് പോയി പൊരുതാൻ പറഞ്ഞു, യുദ്ധം ചെയ്യാൻ പറഞ്ഞു, ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ യുദ്ധം, പുതിയ നിയമത്തിലുള്ള നമ്മുടെ യുദ്ധം ഒരിക്കലും ഒരു ജഡശക്തികളോടല്ല, ഒരിക്കലും ഒരു ഫ്ലഷിനോടും ബ്ലഡിനോടും അല്ല നമ്മുടെ യുദ്ധം. ആരോടാ യുദ്ധം എന്നറിയാം? സ്പിരിച്വൽ ഫോഴ്സസിനോട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോ ഈ ചെയറിൽ ഇരിക്കുന്നത് പോലെ, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് പോലെ, നമ്മൾ ഈ ഭൂമി കൂടെ നടക്കുന്നത് പോലെ, ദൈവം നിങ്ങളെ സ്നാനത്തോടുകൂടെ നമ്മൾ മരിച്ചു. പക്ഷെ മരിക്കുക മാത്രമല്ല, നമ്മൾ ഉയർപ്പിച്ച് നിങ്ങളെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. എവിടെ ഇരുത്തിയേക്ക? അപ്പൊ നിങ്ങളുടെ യാത്ര, പൗലോസ് പറയുന്ന ചില വേർഡിന്റെ അർത്ഥം ഞാൻ പറയാം, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിന് മുമ്പേ. ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ലെന്ന്. ഞങ്ങൾ ജഡപ്രകാരം യെരുശലേമിൽ കൂടെയും ഗലീലയിൽ കൂടെയും അല്ലെങ്കിൽ ദമസ്കോസിൽ കൂടെയും സിറിയയിൽ കൂടെയും ഏഷ്യ മൈനറിൽ കൂടെയും ഞങ്ങൾ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല. പക്ഷേ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളത്. ഏത് കോട്ടയാ? എവിടുത്തെ കോട്ടയാ? ഏത് കോട്ടയാ? എവിടുത്തെ കോട്ടയാ? ഇവിടുത്തെ കോട്ട. കോട്ടയെന്ന് ബൈബിളിൽ അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ മാനസികമായിട്ട് പിശാച് കൊണ്ടുവന്ന് കെട്ടിയ കോട്ടയാ. അല്ലാതെ ചൈനാവൻ മതിലോ പാലക്കാട്ടെ മതിലോ ഒന്നുമല്ല.
മാനസികമായി നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്നിട്ടേക്കുന്ന കോട്ടകളാണ്. കൺസെപ്റ്റുകൾ, തെറ്റായ ആശയങ്ങൾ, അസത്യങ്ങൾ, പകുതി സത്യങ്ങൾ, ഇതെല്ലാം നമ്മളെ പിടിച്ച് നമ്മുടെ സ്പീഡിനെ കുറയ്ക്കും. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലതിനെ ഇടിച്ചു കളയണം. ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനത്തിൽ ചിലതിനെ ഇടിച്ചു കളയണം. ചില വ്യക്തികളെ ഞാൻ ചില സമയത്ത് ഈ പഠിപ്പിക്കാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രിയ അങ്കിളെ, നിങ്ങൾ മന്ത്രവാദം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ മന്ത്രവാദം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ മന്ത്രവാദം ഉണ്ടെന്ന് എത്രയോ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ദൈവദാസന്മാർ. ഇദ്ദേഹത്തിന് നിലത്ത് നിൽക്കാൻ സമയമില്ല, കാരണം നിലത്ത് നിർത്തത്തില്ല. മന്ത്രവാദം ഉണ്ടെന്ന് പറഞ്ഞ, പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോഴാ മന്ത്രവാദം ഉണ്ട്. അയ്യോ, മനസ്സിലായി ബ്രദറെ, ലൈഫിൽ 30 വർഷം പോയി. പിന്നെ എനിക്ക് മനസ്സിലായത്, എന്നിട്ട് അവർ പ്രാർത്ഥിക്കും. അത്രയും ആയുസ് പോയോ? സ്പിരിച്വൽ പവേഴ്സ് ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കണം. പക്ഷെ ഫിസിക്കലി ജയിക്കാൻ പറ്റത്തില്ല. നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റത്തില്ല? ഫിസിക്കലി ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ജയിക്കാം. എങ്ങനെ ജയിക്കാം? സ്പിരിച്വൽ മണ്ഡലത്തിൽ ജയിക്കാം. കോട്ടകളെ ഇടിക്കാൻ പറ്റുന്ന, കേൾക്കുന്നുണ്ടോ? കോട്ടകളെ ഇടിക്കാൻ പറ്റുന്ന. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയട്ടെ. ദൈവം സംസാരിക്കുന്ന ഒരു മെത്തേഡ് പറയാം. നമ്മളിങ്ങനെ നടക്കുക, രാത്രി കിടന്നുറങ്ങി, ഒരു സ്വപ്നം കണ്ടു, എന്തോ ഈ ദിവസം സംഭവിക്കാൻ പോവാം. ആ ദിവസം അല്ലെ അടുത്ത ആഴ്ച, വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകും. ദൈവം നമ്മളെ തലേ രാത്രി സ്വപ്നം കാണിച്ചു. നമ്മൾ അതുകൊണ്ട് എന്തോ ഫിസിക്കലി അങ്ങ് റെഡിയായി. അങ്ങനല്ല വേണ്ടിയത്. കർത്താവ് കാണിച്ചു തരിക, മോനെ നീ ഫിസിക്കലി നടക്കുന്നുണ്ട്, സെയിം വഴി, സെയിം പോലെ ഇതുവഴി നടക്കുന്നുണ്ട്. പറഞ്ഞോ, സ്പിരിച്വലി നീ പോകുന്നുണ്ട്. സ്പിരിച്വൽ മണ്ഡലത്തിൽ വരുന്നത് അതാണ് ദൈവം കാണിച്ചു തന്നത്. നീ അതിനെ തകർത്ത് കളഞ്ഞാൽ ഫിസിക്കൽ മണ്ഡലത്തിൽ അത് തകരും. മനസ്സിലാകുന്നുണ്ടോ? നീ സ്പിരിച്വൽ മണ്ഡലത്തിൽ അതിനെ തകർത്ത് കളഞ്ഞാൽ എന്തു പറ്റും? ഫിസിക്കൽ മണ്ഡലത്തിൽ അത് തകരും. അല്ല, നീ ഫിസിക്കലി നേരിടാൻ നോക്കിയ സ്പിരിച്വൽ മണ്ഡലമാണ് ഫിസിക്കൽ മേഖലകളെ സകലത്തെയും കോൺകർ ചെയ്യുന്നത്. എത്രയോ സമയത്ത് ദൈവം കാണിച്ചു തന്നു. മരണം വരുന്നുണ്ട്, അപകടങ്ങൾ വരുന്നുണ്ട്. ആനയുടെ പോര്, ആനയെന്ന് കാണിക്കുന്ന ടെറിട്ടോറിയൽ സ്പിരിറ്റാ. പുലിയെന്ന് കാണിക്കുന്നത് ടെറിട്ടോറിയൽ സ്പിരിറ്റാ, പക്ഷെ വയലന്റാ. പാമ്പെന്ന് കാണിക്കുന്ന പല ചതിയുണ്ട്, വഞ്ചനയുണ്ട്, പലതുണ്ട്. ഇത് ഓരോന്നോരോന്ന് കാണുമ്പോൾ അതിനെ തകർത്ത് കളയണം. ഞാൻ എത്ര ഉദാഹരണങ്ങൾ പറയണം. ഒരിക്കലും ഒരു സ്ഥലത്ത്, കർണാടകയിലല്ല, കേരളത്തിലല്ല, ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നിരിക്കുന്ന സമയത്ത് അവരെന്നെ സ്നേഹത്തോടെ ഹസ്ബൻഡും വൈഫും എന്നെ വീട്ടിൽ സ്വീകരിച്ചു. ഞാൻ ഇനി അടുത്ത 2-3 ആഴ്ച അവിടെ ഉണ്ട്. പക്ഷെ എനിക്കറിയാം ആ വീട്ടിനകത്ത് അന്തരീക്ഷം മോശമാണ്. ഭാര്യയും ഭർത്താവും കൂടെ പ്രശ്നം. പക്ഷെ രണ്ടുപേർക്കും നമ്മളോട് കാര്യമാണ്. പക്ഷെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തെറ്റല. അവർക്ക് അങ്ങനത്തെ ഒരു രീതിയാണ്. രണ്ടുപേർക്കും തെറ്റില്ല. രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവർ, നല്ല വിദ്യാഭ്യാസമുള്ളവർ. ഇവർ തമ്മിൽ തെറ്റില്ല. അന്ന് വൈകിട്ട് വന്നു. ഭാര്യയും ഭർത്താവും കൂടെ മിണ്ടുന്നില്ല. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കും. ഭാര്യയും എഡ്യൂക്കേറ്റഡാ, ഭർത്താവ് എഡ്യൂക്കേറ്റഡ്. രണ്ടുപേരോട് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. എന്നോട് റിക്വസ്റ്റ് എന്തെങ്കിലും വേണോ ചോദിച്ചു. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ അടുക്കയിരുന്നു. പ്രാർത്ഥിക്കാനിരിക്കല്ല. അന്ന് പകൽ ഇവർ രണ്ടുപേരും വീട്ടിൽ എന്നെ ആക്കിയിട്ട് അവർ രണ്ടുപേരും പോയി. പ്രൊഫസേഴ്സാണ്, രണ്ടുപേരും പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ എന്നെ ദൈവം ഒരു സ്വപ്നം കാണിച്ചു. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു പൂച്ച ഇരുന്ന് ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഇരുന്ന് ഒരു ഡിസ്റ്റർബൻസ് നടക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു പറഞ്ഞു. എന്നെ അവർ കൊണ്ട് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ വീട്ടിലോട്ട് വെച്ചിട്ട് അവർ രണ്ടുപേരും ജോലിക്ക് ഒന്നും എന്നോട് പറഞ്ഞില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ വഴക്കാം. കർത്താവ് എന്നെ കാണിക്കുന്നത് അറിയാം, ഒരു പൂച്ച ഇരുന്ന് ഒരു 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 പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രസകരം, പക്ഷെ അതൊക്കെ ഓൺലൈനിൽ പോകുന്നതുകൊണ്ട് ക്രിറ്റിസിസം ഒന്നും വരണ്ട. പൂച്ച ഇരുന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഞാനിതാ കാണും, ഒരു പൈശാചിക ഇങ്ങനെ അലച്ചോണ്ടിരിക്കുന്നു. അത് നമുക്ക് ഡിസ്റ്റർബ്ഡ്. വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നു പ്രാർത്ഥിക്കാനിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു, അതിനെ ശാസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രസകരമായിട്ട് ഞാനൊരു വേർഡ് പറഞ്ഞു.
ഈ എൻ്റെ മനസ്സിലത് ചിന്ത വന്നത് ദൈവം തന്നൊന്നുമല്ല. നമ്മളൊരു വാക്ക് കേട്ടേക്കുന്ന വാക്ക്, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ളത് ഒരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ വീണ ചൂടുവെള്ളം പോലും ഒഴിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പൈശാചിക ശക്തി പൂച്ച പോലെ ഇരിക്കുന്ന ഇതിൻ്റെ മേലെ ചൂടുവെള്ളം ഞാൻ എൻ്റെ വെളിപ്പാട് ദൈവം എന്നെ കാണിക്കും. എൻ്റെ ബ്രദറെ, ഞാൻ ഈ ചൂടുവെള്ളം കൂടി എൻ്റെ മീത് ഒഴിക്കുന്നു പറയുമ്പോഴത്തേന് എവിടുന്നോ തിളച്ച വെള്ളം ഇതിരുന്ന ഒരു 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 കൂടിനകത്തേക്ക് വന്ന് ഭമ്മെന്നൊന്നും ഞാൻ കാണുക. അലറിക്കൊണ്ട് ഈ പൂച്ച കരഞ്ഞോണ്ട് ഓടുന്ന കാഴ്ച കർത്താവിനെ വെളിപ്പാടി കാണിക്കും. എന്നെ ഇത് ദൈവം പഠിപ്പിക്കും. ഒരു ദൈവവൈദ്യന്റെ വാക്കിന് ഭയങ്കര ശക്തിയാണ്. നിങ്ങൾ എന്ത് പറയുന്നത് സംഭവിച്ചിരിക്കും. ഞാൻ പറയും, അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കും. അന്ന് രാത്രി ഇതെവിടെയാണ് ഞാൻ വെട്ടിയത്, എവിടെയാ പ്രശ്നം, എവിടെയാ ശാസിച്ച കോട്ട ഇടിച്ചത്, എവിടെയാ? സ്പിരിച്വൽ മണ്ഡലത്തിൽ. സ്പിരിച്വൽ റിലത്തിൽ കൂടെ നിങ്ങൾ തിരിച്ചറിയണം. ഭയങ്കര സെൻസിറ്റീവ് ആകണം. ചിലപ്പോൾ ചില വ്യക്തികൾ കർത്താവിനെ കാണിച്ചു തരും, അവർ ഇരുട്ടിൽ കൂടെയാ പോകുന്നത്, അവർ ഇരുട്ടിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ചിലപ്പോൾ ചില സമയത്ത് ദൈവാത്മാവിനെ കാണിച്ചു തരും, ഇവരുടെ ലൈഫിൽ ഇരുട്ടല്ല, ഇവരുടെ ലൈഫിൽ ഇരുട്ടല്ല, ഇവരിപ്പം കടന്നു പോകുന്ന ഒരു കൂരിൽ താഴ്വരയാണ്. ഇവരുടെ ലൈഫിൽ വെളിച്ചമുണ്ട്, ഇവരിപ്പം കടന്നു പോകുന്നത് ഒരു കൂരിൽ താഴ്വരയാണ്. പക്ഷെ ഈ താഴ്വര ചില ബുദ്ധിമുട്ടാ, ടെൻഷനാ. പക്ഷെ ഇവരതിനെ ജയിക്കും. കാരണം ഇവരുടെ കൂടെ എന്തോ ഉണ്ട്, വെളിച്ചമുണ്ട്. ചില സമയത്ത് ദൈവം എന്നെ കാണിക്കും, ചിലർ വനത്തിൽ കൂടെ യാത്ര ചെയ്യുന്നത്, അറ്റാക്ക് വരും. ഇതെല്ലാം കാണുന്നത് എവിടെയാ? സ്പിരിച്വൽ ഇല്ലത്തിൽ. ദൈവം ചിലരെ കാണിച്ചത് എന്നോട് പറയും, ഇവരുടെ ലൈഫ് ത്രട്ടണില്ല, ഇവർ തകരത്തില്ല, ഇവർ ആയുസ് ഇവർ പൂർത്തീകരിക്കും. പക്ഷെ ഇവരുടെ ലൈഫിൽ ഉയർച്ചയില്ല. ഇവരുടെ ലൈഫ് ത്രട്ടണില്ല, ഇവർ കടന്ന് ഇങ്ങനെ പോകും, ജീവിച്ചു പോകും, ഇവർ ജീവിച്ച് നടന്നു പോകും, കരകയറി പോകും. പക്ഷെ ഇവരുടെ ലൈഫിൽ ഉയർച്ചയില്ല. ബിക്കോസ് they are not teachable. They are not submissive to the leadership. ബൈബിളിലെ വലിയൊരു വേർഡ്, സബ്മിസീവ് ടു ദ ലീഡർഷിപ്പ്. ദൈവമാക്കിയ ലീഡർഷിപ്പിന്റെ കീഴിൽ നിൽക്കുന്നതിന്റെ ബ്ലെസ്സിങ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ചില പോരുകളെ ദൈവം കാണിച്ചു തരും. നിങ്ങൾ കാണുന്നത് ഇവിടെ കിടന്നായിരിക്കും കാണുന്നത്, പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം അല്ല കാണുന്നത്. എവിടത്തെ കാണിക്കുന്നത്? നിങ്ങൾ ഇവിടെ അതിനെ ഇടിക്കാൻ നോക്കല്ല, ഇവിടെ ചെയ്യേണ്ടത് വിസ്റ്റത്തിൽ ചെയ്യണം, പക്ഷെ എവിടെ അതിനെ ഇടിക്കേണ്ടത്? സ്പിരിച്വൽ ഇല്ലത്തിൽ. എനിക്കറിയാം, നിങ്ങൾക്ക് ഇത് രണ്ട് വ്യത്യാസം മനസ്സിലായോ? ഇസ്രായേൽ മക്കളുടെ യാത്രകൾ പറഞ്ഞേക്കുന്നത് പോലെ ഭൂമി കൂടെ നടക്കുക. സ്നാനപ്പെട്ടെങ്കിലും പ്രോബ്ലങ്ങൾ വരും, സ്നാനപ്പെട്ടെങ്കിൽ അറ്റാക്ക് വരും. പക്ഷെ നിന്റെ ജീവിതത്തിന് മീതെ വരുന്ന അറ്റാക്കുകളെ നീ ഇവിടെ കയറി ഇടിക്കണം, ആത്മമണ്ഡലത്തിൽ കയറി ഇടിക്കണം. പക്ഷെ ഇന്ന് ഏത് വിശ്വാസികളുണ്ട് ആത്മമണ്ഡലത്തിൽ കയറി ഇടിക്കാൻ പഠിപ്പിക്കുന്നത്? ആത്മമണ്ഡലത്തിൽ കയറി അതിനെ തകർത്ത് കളയണമെന്ന് പഠിപ്പിക്കുന്ന ഏതുണ്ട്? നമ്മുടെ ലൈഫിൽ ആത്മമണ്ഡലത്തിൽ കയറാം. ആത്മമണ്ഡലത്തിൽ കയറി ചിലതിനെ തകർത്ത് കളയാം. ഹോസ്പിറ്റലിൽ ഒരു വ്യക്തി കിടക്കുമ്പോൾ, ഞാൻ ചില ഉദാഹരണങ്ങൾ എന്ന് പറയാം. ഹോസ്പിറ്റലിൽ ചില വ്യക്തികൾ കിടക്കുക, ഒരു വ്യക്തി കിടക്കുക, ഓപ്പറേഷന് വേണ്ടി വിധിച്ചേക്കുക. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇന്ന് കുറച്ച് അനുഭവങ്ങൾ എൻ്റെ പറയുക കേട്ടോ. ഞാൻ വലിയ ആളാന്ന് പ്രൂവ് ചെയ്യാനൊന്നും അല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ മാത്രം. അവിടെ ചെന്ന് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇല്ല, ഇത് ഫിസിക്കലി അല്ല, സ്പിരിച്വലാണ്. അയ്യോ ബ്രദറെ, നാളത്തെ ഓപ്പറേഷന് ഡോക്ടർമാരെല്ലാം സെറ്റ് ചെയ്തേക്കാം. എന്നോട് കർത്താവ് പറയുന്നു, ഇത് സ്പിരിച്വൽ അല്ല, ഇത് ഫിസിക്കൽ അല്ല, ഇത് സ്പിരിച്വലാ. ഇത് ഫിസിക്കൽ അല്ല, സ്പിരിച്വലാ. അവർ ഓപ്പറേഷൻ ചെയ്തു 3 മാസം കഴിയുമ്പോൾ ഈ പ്രോബ്ലം പോയിട്ടില്ല. ഇവരെന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്ററെ ഓപ്പറേഷൻ ചെയ്തു, ഒരു പ്രയോജനമില്ല, വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്തു. അവർ വർഷങ്ങൾ കഴിയുമ്പോഴും അവരെന്നോട് പറയാം, അന്ന് റോയ് പാസ്റ്റർ വന്ന് പറഞ്ഞതാ, ഇത് ഫിസിക്കൽ പ്രോബ്ലം അല്ല, ഇത് സ്പിരിച്വൽ പ്രോബ്ലം.
പക്ഷെ നിങ്ങളുടെ പണത്തെ മുഴുവനും തകർത്ത് കളയാനും, നിങ്ങളുടെ നന്മയെ മുഴുവനും തകർത്ത് കളയാനും, നിങ്ങളുടെ ആരോഗ്യത്തെ മുഴുവനും തകർത്ത് കളയാനും ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുക. നിങ്ങൾ ഭൂമി കൂടെ നടക്കുന്നത്, പക്ഷേ നിങ്ങൾ ഭൂമി കൂടെ നടക്കുന്നവരാണെങ്കിലും മറ്റൊരു മേഖലകളിൽ യാത്ര ചെയ്യുന്നവരാണ്. എവിടാ? ആത്മമണ്ഡലത്തിൽ സ്പിരിച്വലി യാത്ര ചെയ്യുന്ന. അവിടെ കൂരിരുട്ടുണ്ട്, അവിടെ മരുഭൂമിയുണ്ട്, അവിടെ മരുഭൂമിയുടെ അവസ്ഥയുണ്ട്, ആ മേഖലകളിൽ യുദ്ധമുണ്ട്, മല്ലന്മാരായിട്ടുള്ള ശക്തികളുണ്ട്. നീ പഠിപ്പിക്കാൻ പോയാണ്ടല്ലോ, ചിലതൊക്കെ ഓൺലൈനിൽ പഠിപ്പിക്കാനും പറ്റത്തില്ല, അമാലിക്യർ, അമോര്യർ, ഹിത്യർ, എബൂസിയർ, കനാന്യർ, ഇതെല്ലാം സ്പിരിച്വൽ മണ്ഡലത്തിലുള്ള കണക്ഷൻസാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ഈ മേഖലയിൽ നിന്നുള്ള കണക്ഷൻസാണ്. ഇവിടെ നിങ്ങോട്ട് യാത്ര ചെയ്തു, ചെങ്കടൽ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ചെങ്കടൽ എന്ന് പറഞ്ഞാൽ വലിയ തടസ്സങ്ങൾ വരാം. ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ? ഇന്ന് തൊട്ട് ദൈവമക്കൾ സ്പിരിച്വലി സെൻസിറ്റീവായിട്ട് ജീവിക്കണം. സ്പിരിച്വലി സെൻസിറ്റീവായിട്ട് ജീവിക്കണം. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ സ്പിരിച്വലി ആത്മമണ്ഡലത്തിൽ എന്താ സംഭവിക്കുന്നത്? സ്പിരിച്വലി എന്തോ സംഭവിക്കുന്നത്? ചിലരെ സ്പിരിച്വലി പിശാചിട്ട് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കും, വട്ടം കറക്കുക. ഇവർക്ക് അറിയുന്നില്ല, അവരതിന് മൊത്തം ഫിസിക്കലി കണക്ട് ചെയ്യും. ഇത് ഇന്ന റീസൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, ഇന്ന റീസൺ ഉള്ളതാണ്. ഇവിടെ നമ്മൾ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ കയറി വെട്ടിയാൽ സ്മൂത്താവും. ഞാൻ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത പല മേഖലകളിൽ ഇതുപോലെ സ്ട്രഗിൾ ചെയ്തതാ. ചിലത് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ, ഞാനെല്ലാം ഓർത്തിരുന്നത് എന്നിലേക്കാണ്. എൻ്റെ കുഴപ്പമോ, എൻ്റെ മിസ്റ്റേക്കാ, എൻ്റെ അനുസരണക്കേടാ, എൻ്റെ ക്വാളിറ്റി ഇല്ലായ്മയാണ്, എൻ്റെ ലൈഫിൽ എൻ്റെ കുഴപ്പം, ഇതെല്ലാം എന്നിലേക്കാൾ. അതുകൊണ്ടെന്താ ഞാൻ കുറഞ്ഞ് പോവാം. പക്ഷെ പിശാച് അവിടെ കൈകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുക. കണ്ടോ ഇവൻ ഇങ്ങനെ. ഞാൻ പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ മണിക്കൂറുകൾ കിടന്ന് ഉറങ്ങുമായിരുന്നു, മണിക്കൂറുകൾ. ഇല്ല ഇനിയും പോകുന്നില്ല, ഫോൺ ഓഫ് ചെയ്തിട്ടൊക്കെ 3 ദിവസം കിടന്ന് ഉറങ്ങുമായിരുന്നു. ആര് വിളിച്ചാലും എടുക്കത്തില്ല, അങ്ങ് റിബല്യനും കൂടെ ആയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതിനെ ജയിക്കണം. എങ്ങനെ ജയിക്കാൻ പറ്റുന്നത്? ഫിസിക്കലി ഇവരോട് ഫൈറ്റ് ചെയ്താൽ ഞാൻ തോറ്റുപോയി. പിശാചിന്റെ ആഗ്രഹം അതാ, നീ ഫിസിക്കലി ഫൈറ്റ് ചെയ്ത് തോറ്റുപോകണം. മനസ്സിലാകുന്നുണ്ടോ? ഫിസിക്കലി ഞാൻ ഫൈറ്റ് ചെയ്ത് തോറ്റുപോകണം. ഞാൻ ഇവിടെ ചില ആൾക്കാരുടെ ഒരു തമാശ പറയാം. പണ്ടത്തെ ആൾക്കാർ ടി വിക്കകത്ത് വീഡിയോ വരുമ്പം അവിടുത്തെ നായകനെ എടുത്തിട്ട് ഇടിക്കുമ്പം പറ്റും, ഒരാൾ പുള്ളി തിയേറ്ററിൽ കാണാൻ പോയ, പണ്ടത്തെ തിയേറ്റർ ആണെങ്കിൽ ഈ തുണിയും കൊണ്ടുള്ള സ്ക്രീനായിരുന്നു. നായകനെ ഇങ്ങനെ കുത്താൻ വരുമ്പോൾ നായകനെ കുത്തുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു പുള്ളി അവിടെ നിന്നുകൊണ്ട് പുള്ളിയുടെ അരക്കുണ്ടായിരുന്ന കത്തി എടുത്ത് ഒട്ടി ഇടിയിൽ കൊടുത്തു. ഇന്നാ അയ്യാ പിടിച്ചോ എന്ന് ഇട്ട് കൊടുത്തു. ആ കട്ടനം കീറിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇതങ്ങ് കീറിപ്പോയി. ഇവിടെ നീ ഫൈറ്റ് ചെയ്ത് നീ പരാജയപ്പെടത്തുള്ളൂ. മനസ്സിലായി? ചില ക്രിക്കറ്റ് കളി കണ്ടിട്ട് ഇന്ത്യ മറ്റേ ആൾക്കാർ നോക്കുക, ടി വി തല്ലി പൊട്ടിച്ചാൽ അവർ നോക്കൂ, നിന്റെ പൈസ പോയി. ടി വി തല്ലി പൊട്ടിക്കുന്നു, ടി വി കിട്ട് അടിക്കുന്നു, അല്ലേ, ഫോൺ എടുത്ത് എറിയുന്നു. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം പറ്റുന്നേ? ആ ചെയ്ത വ്യക്തികൾക്ക് തന്നെ നഷ്ടപ്പെടും. ഇതുപോലെ സ്പിരിച്വൽ റിലത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ എവിടെയാ പലപ്പോഴും നമ്മൾ നേരിടുന്നത് എവിടെയാ? ഫിസിക്കൽ റിലത്തിൽ ഫൈറ്റ് ചെയ്യാം. എൻ്റെ ദൈവമേ, അതിനെ സ്പിരിച്വലി നേരിടുക കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഈ വേർഡ് മാത്രം ഇന്ന് മതി. നിങ്ങൾക്ക് ഇത് മനസ്സിലാകട്ടെ. ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരിക്കൽ വർഷങ്ങൾക്ക് പുറകെ ലൈഫ് ലൈറ്റ് ടീം കേരള യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തി. ഞാൻ അവിടുത്തെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്ററിനെ നേരത്തെ വിളിച്ച് മീറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പം ഞങ്ങൾ എന്തോട്ടി രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് ഭയങ്കര സ്പിരിച്വൽ റെസിസ്റ്റൻസ്. ഞാൻ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന 4-5 ദൈവദാസന്മാരുണ്ട്. അവരോട് പറഞ്ഞു, എന്തോ ഇന്നൊരു റെസിസ്റ്റൻസാണ്, അറിയത്തില്ല ഇന്ന് എന്തുവാന്ന്.
ഞാൻ പറഞ്ഞു വണ്ടി ഇച്ചിരി സൈഡിലോട്ട് ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എന്നെ കർത്താവ് കാണിക്കുക, ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വെളിച്ചമാണ് വെളിപ്പെടുന്നത്. എന്നെ അന്ന് രാത്രി കാണിക്കുക, ഒരു ഭയങ്കര ഇരുട്ടുള്ള സ്ഥലത്തൂടെ കയറി പോകുന്നു. ആ ഇരുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വെളിച്ചം വെളിപ്പെടുന്നു. ഒരു ടണലിൽ കൂടെ കയറി പോയി ഒരു വെളിച്ചം വെളിപ്പെടുന്നു എന്ന് പറഞ്ഞ് ഞാൻ കാണുക. ഞങ്ങൾ രാവിലെ 9:30 മീറ്റിങ്ങിന് ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരു സ്ഥലത്ത്. ഞാൻ ഏത് സ്ഥലത്ത് അവിടെ ചെന്നു. പാസ്റ്റർ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ കേരളം മൊത്തം യാത്ര ചെയ്ത ഒരു സെൻറ്ററിൽ വന്നാ പാസ്റ്റർ ഫോൺ എടുക്കുന്നില്ല. കുറേ മണിക്ക് ഇറിറ്റേറ്റ് ആവും. ഞങ്ങളുടെ എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെ ഇവർക്കൊക്കെ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ വരെ വന്നിട്ട് ഇവർക്കൊക്കെ ഇത്ര ഉത്തരവാദിത്വമില്ല. അപ്പം നമ്മളെ കൂടെ അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാകുന്നു, അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ കൂടെ ട്രിഗർ ചെയ്യാം. ഞാൻ തന്നെ പറഞ്ഞു, വണ്ടി സൈഡിലോട്ട് ഒതുക്കുക. അവിടെ സൈഡിലോട്ട് ഒതുക്കി ഒരു പ്ലാവോ മാവോ ഏതിൻ്റെയോ ഒരു റോഡിൻ്റെ സൈഡിലോട്ട് എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും. കുറച്ച് കഴിഞ്ഞ് പാസ്റ്റർ ഫോൺ എടുത്തു. അയ്യോ പാസ്റ്ററെ, നിങ്ങൾ വരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മീറ്റിംഗ് നടക്കും. ഞാനോട് പാസ്റ്റർ ക്ഷമിക്കണേ, എന്തോ ഇത്രയും വരെ വന്നിട്ട് ഇനി എന്ത് ചെയ്യാനാ, ഞങ്ങൾ അത്രയും ദിവസം ആ സമയം പോവാം, ഇത്ര സമയം പോവാം. ഞാൻ പറഞ്ഞു ശരി പാസ്റ്ററെ, കുഴപ്പമില്ല പാസ്റ്ററെ, സാരമില്ലെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ കാറിലിരിക്കുന്ന ദൈവദാസന്മാർ അവർ യുക്തിപരമാണ് ചിന്തിക്കുന്നത്. ഈ മനുഷ്യനൊക്കെ എന്തോ റെസ്പോൺസിബിലിറ്റി ഇല്ല, അതില്ല ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇവരോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഏതോ ഒരു റോഡിൻ്റെ സൈഡിലോട്ട് നിർത്തി പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാറ്. ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ ഈ പാസ്റ്റർ വീണ്ടും വിളിക്കാം, പാസ്റ്റർ നിങ്ങൾ പോകല്ലേ, എൻ്റെ ചർച്ചിൽ ഞാൻ മീറ്റിംഗ് സെറ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ ലീഡേഴ്സിനെ മൊത്തം വിളിച്ചു. നിങ്ങൾ ഒരു 1/2 മണിക്കൂറിൽ എനിക്ക് തന്നാൽ മതി, ഒരു 10-40 ലീഡേഴ്സ് ഇപ്പം വരും. ഞാൻ അർജൻറ്റായിട്ട് ഞാൻ വിട്ടുപോയതാണ്. ആ ചർച്ചിൽ ചെന്നു. ഇച്ചിരി ലേറ്റായിട്ടാണ് മീറ്റിംഗ് തുടങ്ങിയത്. എൻ്റെ ദൈവം എന്തോ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന അറിയാം. എനിക്ക് മനസ്സിലായി, വഴിയിൽ തടയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ഇടിച്ചു കളയണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ കയറി ഇതുവഴി ചിന്തിച്ചു. പുള്ളിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നോ? എൻ്റെ റിലേഷൻഷിപ്പ് എന്തുകൊണ്ടുവാന്നറിയാമോ? ബ്രേക്ക് ചെയ്യുക. എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക. പക്ഷെ ആത്മമണ്ഡലത്തിൽ കയറി ഇടിച്ച ന്യൂ ടെസ്റ്റ്മെന്റിന്റെ സകല വീടും ഒറ്റ വാക്കാം. എല്ലാ ദൈവമക്കളും വിശ്വാസികളും ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണ്. ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം, കൊല്ലണം. നിങ്ങൾ മനസ്സിലായി, നിങ്ങൾ ജഡത്തിലാണ് വസിക്കുന്നത്, ജഡത്തിലാണ് നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അന്തരാത്മാവിലുള്ള മനുഷ്യനെ ഉയർപ്പിച്ച് എവിടെ ഇരുത്തി? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. നിങ്ങൾ ഇവിടെ ഒരുമിച്ച് നടക്കുക. പ്രേം ബ്രദർ ഭൂമിയിൽ കൂടി ഇന്ന് നടക്കുമ്പോൾ സെയിം ടൈം മറ്റൊരു പ്രേം ബ്രദർ ഏതുവഴി നടക്കുക? സ്പിരിച്വലി നടക്കുക. ബൈബിൾ പറഞ്ഞേക്കുന്നത് എഫേസ്യ ലേഖനം 2:7 സ്നാനത്തിൽ അവനോടുകൂടെ നിങ്ങളെ അടക്കി ഉയർപ്പിച്ച് യേശു കർത്താവിനോടുകൂടെ നിങ്ങളെ സ്വർഗസ്ഥലങ്ങൾ ഇരുത്തിയിരിക്കുക. അങ്ങനെ അല്ലല്ലോ ബ്രദറെ, ഞാനിപ്പോൾ ചെയറിൽ ഇവിടെ അല്ലേ ഇരിക്കുന്നത്? അല്ല, നിങ്ങൾ ചെയറിൽ ഇവിടെ അല്ല ഇരിക്കുന്നേ. നിങ്ങളെ ദൈവം എവിടെ ഇരുത്തിയേക്കുന്നേ? നിങ്ങളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഇത് വ്യത്യാസം മനസ്സിലാക്കണം. ഈ 2 റോഡുകൾ മനസ്സിലാക്കണം, ഈ 2 യാത്രകൾ മനസ്സിലാക്കണം. ഒന്ന്, ജഡീക മനുഷ്യന് മനസ്സിലാകത്തില്ല, പക്ഷെ ആത്മീക മനുഷ്യന് അറിയാം. ഞാൻ പറഞ്ഞത് കിട്ടുന്നുണ്ടോ? ദൈവം നിങ്ങളെ ചിലത് കാര്യങ്ങളെ കാണിക്കുമ്പോൾ അതിനെ തകർത്ത് കാണാം. ഇസ്രയേൽ മക്കളുടെ ലൈഫിൽ വന്ന സകല കാര്യങ്ങളും പോലെ അതിൻ്റെ വെറൈറ്റി ആത്മജീവിതത്തിലും വരുമെന്ന് കാണിക്കേണ്ടതിനാണ് പൗലോസ് എഴുതിയത്. ഇത് ദൃഷ്ടാന്തത്തിനായി എഴുതിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൃഷ്ടാന്തം. നിങ്ങൾ ഒരു യാത്രയിലാണ്. നമ്മൾ ചെങ്കടലിൻ്റെ പരിപാടി കടന്നു, സ്നാനപ്പെട്ടു, പലതും മധുരമായി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, മരുഭൂമിക്കൂടുള്ള യാത്രയാണ്. സ്പിരിച്വൽ മനുഷ്യൻ നിങ്ങൾ ആത്മാവിൽ നടക്കുക. ചില സമയത്ത് ഞാൻ വാഹനത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കിടക്കായിരിക്കും. ട്രെയിനിൽ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം രാത്രി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവും. ബസ് യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയാം ചിലപ്പോൾ പെട്ടെന്ന് രാത്രി ബസ്സിനകത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കും, എഴുന്നേക്കും പെട്ടെന്ന് ബസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്കറിയാം ബസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാച് എവിടെയോ കെണി ഒരുക്കി വെച്ച് ബസ്സിനെ തകർത്ത് കളയാൻ.
ആത്മമണ്ഡലത്തിൽ ദൈവം കാണിച്ചു തരും. ഞാൻ നോക്കും ബാക്കിയുള്ളവരെല്ലാം കിടന്ന് ഉറങ്ങുന്നു. പൗലോസിന്റെ യാത്രയിൽ പൗലോസ് പറഞ്ഞൊരു വേർഡുണ്ട്, എനിക്കറിയാം ഈ കപ്പൽ യാത്രയിൽ ഞങ്ങൾക്കെല്ലാം കപ്പൽ നഷ്ടമാവും, പക്ഷെ ഞങ്ങളുടെ ഒരാളെ പോലും ജീവന് നഷ്ടം വരത്തില്ല. എങ്ങനെ പൗലോസ് മനസ്സിലായി? കപ്പിത്താനോട് പോയി പറയാ, കപ്പിത്താനെ ഈ കപ്പൽ നഷ്ടമാവും, പോടാ എന്ന് പറയും. ഞങ്ങൾ എത്ര യാത്ര ചെയ്തിട്ടുള്ള ഞങ്ങൾ നീ ഉമ്മ ജയിൽ പുള്ളി, നിനക്ക് എന്തോ അറിയാം. ഈ നഷ്ടം എവിടാ പൗലോസ് കണ്ടേ? ആത്മമണ്ഡലത്തിൽ ഇടിയോന്ന് പറഞ്ഞാൽ ഇവിടെ ഇടിഞ്ഞിരിക്കും. ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ഇടിച്ചാൽ ഇവിടെ തകർന്നിരിക്കും. അപ്പൊ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ എവിടെ തകർക്കണമെന്നാ പറഞ്ഞു. മനസ്സിലായവർ പറഞ്ഞു എവിടെ തകർക്കണം ചിലതിനെ. നിങ്ങളുടെ കുടുംബത്തിനെതിരെ വരുന്ന പ്രോബ്ലം, അതിന് എവിടെ തകർക്കേണ്ടിയേ? നിങ്ങൾക്ക് നേരെ വരുന്ന രോഗം, എല്ലാ രോഗങ്ങളും അല്ല കേട്ടോ, എല്ലാ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വരുന്ന രോഗത്തെ ഇവിടെ കയറി ഇടിച്ചാലൊന്നും പോകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഷുഗർ എല്ലാം കഴിച്ചിട്ട് ഡയബറ്റീസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും ഷുഗർ കുറയത്തില്ല. നീ ഇവിടെ അങ്ങ് സൂക്ഷിച്ചാൽ മതി. പഞ്ചസാര ഇട്ട് ലഡു കഴിക്കാതെ അങ്ങനെയൊക്കെ മധുരമുള്ളത് കഴിക്കാതിരുന്നാൽ മതി. പക്ഷെ ചിലത് സ്പിരിച്വൽ റിലത്തിൽ നിങ്ങൾ ഇത് തമ്മിൽ വ്യത്യാസം നിങ്ങളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. ദൈവമക്കൾ ആത്മാവിൽ നടക്കുന്നവരാണ്. ആത്മാവിൽ നടക്കണം, ആത്മാവിൽ സഞ്ചരിക്കണം. എല്ലാ ബൈബിളിൽ എന്തൊക്കെ ഇസ്രായേൽ മക്കളുടെ ജേർണിക്ക് അത് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം വരും. ചെങ്കടൽ, വെള്ളമില്ലാത്ത അവസ്ഥ, ശൂന്യത, ഏകാന്തത, ഇവിടെ എല്ലാം വരുമ്പോൾ നീ മനസ്സിലാക്കുക, ദൈവം നിന്നെ നോക്കുന്നുണ്ട്. ഈ ഏകാന്തതയിലും ശൂന്യതയിലും വെള്ളമില്ലാത്ത അവസ്ഥവും വിശക്കുമ്പം നിന്റെ അകത്ത് കിടക്കുന്ന എന്തുവാന്ന് ദൈവത്തിന് അറിയണം. നീ ആരാന്ന് ദൈവത്തിന് അറിയണം. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ടതാണ്, അതുകൂടെ പറഞ്ഞു നിർത്തട്ടെ. എന്നിട്ട് കർത്താവിനോട് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഞാൻ അന്ന് ക്ഷമ പറഞ്ഞു ദൈവത്തോട്. പക്ഷെ ഇനി കർത്താവ് ഒരിക്കൽ പിന്നീട് ഞാൻ തീരുമാനിച്ചു, നോ, നെവർ. 2015 ഞാൻ ചർച്ചയിൽ നിന്ന് ജോലിയെല്ലാം വിട്ടിട്ട് ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ ആ ഒരു റൂമിൽ തന്നെ, അന്നുള്ള റൂമിൽ തന്നെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഇനി എന്തുവാ, മീറ്റിംഗ് ഇല്ല, മിനിസ്ട്രി, കർത്താവ് യൂത്ത് മീറ്റിംഗ് തുടങ്ങാൻ പറഞ്ഞു. അതും ഇവിടെയൊക്കെ അങ്ങനെയും ഒക്കെ വല്ലപ്പോഴും ഉള്ളൂ. ഇന്നത്തെ പോലെ അത്രയും ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, റോയ് പാസ്റ്ററിന് അമേരിക്ക വരാൻ ഒരു ഇൻവിറ്റേഷൻ തരാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞു. എൻ്റെ കർത്താവ്, എനിക്കത് സ്വർഗം കിട്ടിയ പോലെ. ഞാനോടത്ത് കൊള്ളാമല്ലോ. എൻ്റെ കയ്യിൽ അന്ന് കുറച്ച് പൈസ എൻ്റെ കിട്ടി. ആശയൊന്നുമില്ല, ആശ ഓസ്ട്രേലിയയിലാണ്, അവളന്ന് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് കാശുമുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞാൻ പോകണം. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അവരെനിക്ക് അടുത്ത ദിവസം അമേരിക്കയിൽ നിന്ന് വരുന്നവർ വിസ ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ട് തന്നു. ഞാൻ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് കർത്താവിന് ചോദിച്ചു, കർത്താവ് ഒന്നും മിണ്ടുന്നുമില്ല. കുറേ പ്രാർത്ഥിച്ചു നോക്കി, ഒന്നും മിണ്ടുന്നില്ല. എല്ലാം പൈസ ആകെപ്പാട് ഇച്ചിരി ഉള്ളൂ. അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചിലവാക്കി പോവാം. കാരണം ഇനി എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ പോയി വിസയ്ക്ക് പോയി അപ്ലൈ ചെയ്ത് ആ വിസ അപ്ലൈ ചെയ്ത പുള്ളിക്ക് ഒരു 6-7,000 രൂപ കൊടുത്തു. വിസ അപ്ലൈ ചെയ്തതിന് 10-15,000 രൂപ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്തു. ഞാനത് കൂടുതൽ ആൻഡമാൻ നിക്കോബാറിൽ വർക്ക് ചെയ്തു. വിസ അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, കർത്താവ് പറഞ്ഞതല്ലേ എനിക്കിപ്പം വിസ കിട്ടും. അപ്പോൾ എനിക്ക് ഈ കൂട്ടത്തിൽ ആൻഡമാനിൽ കുറച്ച് പ്രോഗ്രാമുണ്ട്. ആൻഡമാനിൽ പോയിട്ട് തിരിച്ച് ഞാൻ നേരെ ഇവിടുന്ന് ചെന്നൈ പോകണം. എൻ്റെ കാൽക്കുലേഷൻ ഭയങ്കരമാണ്. അയ്യോ, ചില്ലറ കാൽക്കുലേഷൻ ഒന്നുമല്ല. നേരെ ഇവിടുന്ന് പെട്ടിയെല്ലാം പാക്ക് ചെയ്യണം. അമേരിക്കയ്ക്ക് പോകാനുള്ള പെട്ടി ഇപ്പോഴേ പാക്ക് ചെയ്തുകൊണ്ട് ആൻഡമാനിൽ പോകണം. എല്ലാം പാക്ക് ചെയ്ത് ഞാൻ സാധനങ്ങളുള്ള കാശ് കൊടുത്തെല്ലാം മേടിച്ചു. എല്ലാം കോട്ടും സാധനങ്ങളും എല്ലാം ഡ്രൈ ക്ലീനിങ് ചെയ്യാനുള്ള എല്ലാം കൊടുത്ത് റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് കോട്ടുമായിട്ടും എല്ലാം പോവാം. എങ്ങനെ പ്ലാൻ അറിയാം. ഇപ്പം ഞാൻ ചെന്നൈ ചെല്ലും, വിസ കിട്ടും, എൻ്റെ പാസ്പോർട്ട് അവർ മേടിച്ചു വെക്കും. അപ്പോഴത്തേന് 7-8 ദിവസം 10 ദിവസം എൻ്റെ പാസ്പോർട്ട് കിട്ടത്തുള്ളൂ. ആ സമയം കൊണ്ട് എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു കൺവെൻഷൻ ഉണ്ട്, 3 ദിവസം. ട്രിവാൻഡ്രത്തെ കൺവെൻഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് വീണ്ടും ചെന്നൈ വന്ന് ചെന്നൈയിൽ നിന്ന് ആൻഡമാനിൽ പോകണം. നോക്കിയോണം കാൽക്കുലേഷൻ. ആൻഡമാനിൽ പോയി ഇത്ര ദിവസം അവിടെ മീറ്റിംഗ് ഉണ്ട്. അവിടുന്ന് തിരിച്ച് നേരെ ചെന്നൈ വരും. ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ വരും. അപ്പോഴത്തേന് എനിക്ക് എൻ്റെ പാസ്പോർട്ട് വിസ അടിച്ച് തിരിച്ചു വരും. പിന്നെ സമയമില്ല. അങ്ങനെ പോകാൻ ഇപ്പോഴേ എന്നെ ഡ്രൈവ് വാഷ് ചെയ്ത് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ. ഇത്ര പൈസയും കൊണ്ട് എല്ലാം പോയിട്ട് വരണം. ഞാനിതെല്ലാം ഭയങ്കര സന്തോഷം, പകുതി സന്തോഷവും ഒക്കെ ആയിട്ട് നേരെ ചെന്നൈ ചെന്നു.
അപ്പോൾ ചെന്നൈ അന്ന് ഇൻവിറ്റേഷൻ കിട്ടിയത് 2 പേർക്കാണ്. എനിക്ക് മറ്റൊരാൾക്കും കിട്ടി. കേരളത്തിലുള്ള ഒരു നല്ലൊരു ശുശ്രൂഷകനായിട്ടുള്ള സീനിയർ ശുശ്രൂഷകനായിട്ടുള്ള ഒരാൾക്കും കൂടെ കിട്ടി. ഞാൻ പേര് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഇൻവിറ്റേഷൻ കിട്ടി. അദ്ദേഹം എന്നെ വിളിച്ചു, റോയ് പാസ്റ്റർ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഒരുമിച്ച് ഇൻവിറ്റേഷൻ ഒരുമിച്ച് ചെന്നൈക്ക് പോകാം. ഞാൻ ഇല്ല പാസ്റ്റർ എനിക്ക് ആൻഡമാനിൽ പോകുന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പുള്ളിയെക്കാട്ടിൽ മുന്നേ പോകാം, അമേരിക്കയിൽ പോകാമെന്നുള്ള രീതിയിലും കൂടെ ഒപ്പിച്ചത് പണിയാണ്. സോ നമ്മുടെ ബുദ്ധിയും കൊണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് പോവാം. നിശ്ചയ തമാശ പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കൂടെ പോയാലും കുഴപ്പമൊന്നുമില്ല. പുള്ളി വേറൊരു പല പ്രാവശ്യം പോയ ഒരാൾ, എനിക്കതൊരു അനുഭവമാകത്തേ ഉള്ളൂ. സോ ഇങ്ങനെ എല്ലാം കൂടെ പ്ലാൻ ചെയ്തു ചെന്നൈയിലോട്ട് ചെന്നു. ഞാൻ ആൻഡമാൻ നിക്കോബാറിലുള്ള ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു കുടുംബത്തിൻ്റെ കൂടെ ഞാൻ ചെന്നൈ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് അവരെന്നെ വലുതായിട്ട് സ്വീകരിച്ചു. അവരിപ്പോൾ അടുത്ത ദിവസം അങ്ങ് പോകും. ഇപ്പോൾ ഒരു 2 ദിവസം ഇവിടെ താമസിച്ച് അവരോട് താമസിക്കുക. അവർക്ക് ചെന്നൈ വീടുണ്ട്. ഞാൻ അവിടെ ചെന്നു. എന്നെ അവർ കൊണ്ടുവന്ന് കോൺസുലേറ്റിൽ കൊണ്ടുവന്ന് വിട്ടു. ഞാൻ അങ്ങോട്ട് ചെന്നു. കോൺസുലേറ്റ് ഇരുന്ന പുള്ളി എന്നെ കണ്ടോടനെ പറഞ്ഞു, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു, നിനക്ക് വിസായും ഇല്ല ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു, നീ പോയാൽ തിരിച്ചു വരത്തില്ലെന്നോ. പുള്ളി ഒരു ലെറ്റർ തന്നു. എനിക്ക് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഇടിഞ്ഞു പോയി. എല്ലാം തകർന്നു. ഞാൻ തിരിച്ച് ഇവരുടെ വീട്ടിലോട്ട് വന്നിട്ട് എൻ്റെ ഫോൺ ഓഫ് ചെയ്തു, ഐപാഡോ എല്ലാം ഓഫ് ചെയ്തിട്ട് കർത്താവ് ഇനി എന്നെ വിളിച്ചേക്കല്ലേ, ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല, എന്നെ നോക്കുപോലും ചെയ്തേക്കല്ലേ, ഞാൻ കർത്താവിനോട് പിണക്കാം. കിടന്നങ്ങ് ഉറങ്ങി. ഒരു കാര്യമില്ല. ഫുഡ് കഴിക്കാൻ വിളിച്ച് ഫുഡ് കഴിച്ചു, എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി. അവർ വെച്ച് എന്തോ ഇങ്ങനെ മാത്രം ഉറങ്ങുന്നത്, അവരുടെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്റർ ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. ഞാൻ കിടന്നങ്ങ് ഉറക്കവും തീരുമാനിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാനില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോളാം. അങ്ങ് സങ്കടം ഉള്ളിൽ. എൻ്റെ സങ്കടത്തിനകത്ത് ഒരു ചോദ്യം, എന്നോട് ദൈവം പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞേ ഞാൻ കേട്ടില്ല. കർത്താവ് എന്നോട് പറഞ്ഞില്ല. എന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല കർത്താവിനോട് പറയത്തില്ലായിരുന്നു. നേരെ അടുത്ത ദിവസം തിരുവനന്തപുരത്തെ കൺവെൻഷൻ വന്നു. ശരിക്കും പറഞ്ഞാൽ പറയുന്ന തെറ്റാ. കൺവെൻഷന് പോയി, കൺവെൻഷൻ ഉഴപ്പി പോയിട്ട് 3 ദിവസത്തെ മീറ്റിങ്ങിൽ ഒരു മീറ്റിങ്ങിൽ അല്പമെങ്കിലും ചാറ്റമഴ പെയ്തത് എന്ന് വെച്ചാൽ ഞാൻ ദൈവസാന്നിധ്യം വന്നു. അല്ലെങ്കിൽ എൻ്റെ മീറ്റിങ്ങിൽ ഭയങ്കര ദൈവസാന്നിധ്യം. എന്നെ വിളിച്ച ആൾക്കാർ ചോദിക്കുക, റൂയ് പാസ്റ്റർ എന്ത് പറ്റുന്നു? ഞങ്ങൾ ഓർക്ക് എന്ത് ഈ പുള്ളി മുറിക്കകത്തുനിന്ന് ഇറങ്ങാതിരിക്കുക, ഫുഡ് കഴിക്കുക, മുറിക്കകത്ത് കയറുക, അവിടെ തന്നെ ഇരിക്കുക, എന്തോ എന്തുവാ? മീറ്റിംഗ് ഉഴപ്പി പോയി. സാരമില്ല, പ്രാർത്ഥിക്കുക. അവരെന്നെ ആശ്വസിപ്പിച്ചു. എനിക്കങ്ങ് ഒരു ദിവസം മാത്രം ചർച്ച നടന്ന മീറ്റിങ്ങിൽ ഒരു ജീവനുണ്ടായിരുന്നു. ഞാൻ കർത്താവ് ഇനി ഞാൻ പണിക്കില്ലെന്ന് പറഞ്ഞു. എന്നെ വിളിക്കല്ലേ, ഞാൻ ഇനിയില്ല. കർത്താവിനോട് ഞാൻ പിണങ്ങി, കർത്താവിനോട് സങ്കടമായി, കർത്താവിനോട് നീരസമായി. എന്നിട്ട് ഞാൻ അവിടുന്ന് തിരിച്ച് തിരുവനന്തപുരത്തു നിന്ന് പുന്നല്ലൂരിലേക്ക് ബസ് കയറി, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി. ഇപ്പോഴത്തേന് ഇത്രയും ദിവസം എൻ്റെ മനസ്സിൽ എല്ലാം കോശം, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ ഉപവസിക്കത്തുമില്ല, ഇനി ഞാൻ നേരെ പോയി ശുശ്രൂഷ ചെയ്യത്തുമില്ല, കർത്താവിനോട് എനിക്ക് പിണക്കാം, ഞാൻ ഇങ്ങനെ ഇരിക്കാം. ഞാൻ തിരുവനന്തപുരത്തോട്ട് വന്ന ഉടനെ തിരുവനന്തപുരത്തെ ദിവസം ചെന്നൈ ചെന്നേക്കുക. എന്തിനു വേണ്ടിയിട്ട്? കോൺസുലേറ്റിൽ ചെല്ലാൻ. രാവിലെ ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, റോയ് പാസ്റ്റർ ഞാൻ കോൺസുലേറ്റ് കയറുക, പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചോണോ. ഞാൻ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാനോ? എനിക്ക് വിസ കിട്ടിയില്ല. പാസ്റ്റർക്ക് UK അവിടെ ഇവിടെ എല്ലാം വിസ കിടക്കുന്ന ആള്, ഇഷ്ടംപോലെ രാജ്യങ്ങൾ യാത്ര ചെയ്യുന്ന ആള്, പ്രായമുള്ള ആള്. കാരണം പാസ്റ്ററെ ഇങ്ങനെയൊന്നും വിടത്തില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുമെന്നൊന്നും പാസ്റ്ററെ കൂടി ചോദിക്കത്തില്ല. എന്നെ പോലുള്ള യങ് ആൾക്കാർ പോയാൽ തിരിച്ചു വരത്തില്ല എന്നുകൊണ്ട് അവർ വിസ തരാതെ. പാസ്റ്റർ കിട്ടത്തില്ല. റോയ് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കിട്ടി, പോയി നമുക്ക് നോക്കാമെന്ന്. ഞാൻ ആ ബസ്, എൻ്റെ സങ്കടമാണ്. ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? ദൈവത്തിനോട് സംസാരിക്കത്തില്ലായിരുന്നു. എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ഇങ്ങനെ ചിന്തയാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ദൈവദാസൻ എന്നെ വിളിക്കുക. റോയ് പാസ്റ്ററെ, ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക. റോയ് പാസ്റ്ററെ, എനിക്ക് വിസ കിട്ടിയില്ല. അപ്പോഴൊരു ആശ്വാസം വന്നേ, എനിക്ക് വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇദ്ദേഹത്തിന് വിസ കിട്ടിയില്ലയോ? എന്നോട് കർത്താവ് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലൊക്കെ ദൂത് ചോദിക്കാൻ പോകുന്നത്. ഞാൻ ഒരു പക്ഷെ പ്രവാചകനല്ലാത്തതുകൊണ്ട് ദൈവം, പക്ഷെ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞില്ലയോ? ഞാൻ എൻ്റെ ചിന്തയെല്ലാം കൂടെ കുഴഞ്ഞ് മറിഞ്ഞ് കുറേ ദിവസം പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ദൈവത്തോട് നീരസം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീരസം ഇരിക്കും. ഞാൻ ആ ബസ്സിലിരിക്കുമ്പോൾ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇരിക്കുമ്പം ഞാനൊരു ശബ്ദം കേൾക്കുക. എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റും. എന്നോട് കർത്താവ് എന്നെ ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഈ സൈഡിലായിരിക്കുന്നത്, ബസ് ഇങ്ങനെ പോയി ഈ സൈഡിലിരിക്കുക. ഞാൻ വിൻഡോയുടെ സൈഡിലിരിക്കുക. കർത്താവ് ചോദിക്കുക, എന്നോട് കർത്താവ് വിളിക്കുക, മോനെ ഞാനിത് നിന്നോട് പറയാതിരുന്ന. അയ്യോ. അടുത്ത ചോദിക്കുക, നിന്റെ ലൈഫിൽ അനേക പടുകുഴികൾ വന്നപ്പോൾ അവിടെ എല്ലാം ഞാൻ ഇറങ്ങി വന്ന് തടഞ്ഞു, നിന്നെ ഞാൻ വിടുവിച്ചു. എന്നെ കർത്താവ് എന്നിട്ട് ഇങ്ങനോട് കാണിക്കുക. സ്ക്രീനിൽ ആ ബസ്സിൽ നീ കാണുക, അങ്ങോട്ട് കാണിക്കുക. ഞാൻ കാണുക 1, 2, 3 ഇങ്ങനെ എന്നെ വിടുവിച്ച ചരിത്രങ്ങൾ എന്നെ കാണുക. എൻ്റെ മനസ്സോട്
ഇതിനകത്ത് നീ പോയി. ഞാൻ കുറച്ചും കൂടെ ഓപ്പണായിട്ട് പറയാം, കാരണം ആർക്കെങ്കിലും ദൈവമക്കൾക്ക് നന്മയാവുന്ന ആഗ്രഹം. കർത്താവിനോട് പറയാം, നിന്റെ കല്യാണത്തിൻ്റെ സമയം വന്നപ്പോൾ ഒത്തിരി ട്രാപ്പുകൾ നിന്റെ മുമ്പിൽ പിശാച് കൊണ്ടുവന്നു. അവിടെ എല്ലാം ഞാൻ നിന്നെ തടഞ്ഞു. നീ അങ്ങനെയുള്ള കുഴിക്കകത്ത് പോയി വീണായിരുന്നു, നിന്നെ രക്ഷിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞാൻ നിന്നെ തടഞ്ഞു, വിടുവിച്ചു. ഇന്ന് ഞാൻ നിന്നെ തടയാൻ വന്നില്ല, ഇന്ന് ഞാൻ നിന്നോട് പറയാനും വന്നില്ല. നിനക്കതുകൊണ്ട് എന്തോ നഷ്ടം പറ്റി? എനിക്ക് നഷ്ടം പറ്റിയെന്ന് ഞാൻ കർത്താവോട് പറയും, എനിക്കൊരു 20,000 രൂപ നഷ്ടമായി. 20,000 രൂപ നഷ്ടമായി. എന്നോട് കർത്താവ് പറയാം, പക്ഷെ ഞാൻ നിന്നെ വാച്ച് ചെയ്യായിരുന്നു ദൂരെ നിന്ന്. ഞാൻ നിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൂരെ നിന്ന് ഞാൻ നിന്നെ വാച്ച് ചെയ്യായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞാലും ഇല്ലെങ്കിലും, എൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നില്ലെങ്കിലും, നിന്റെ ഡിസിഷൻ എങ്ങനത്തേതായിരിക്കും? നിന്റെ പരാജയത്തിൽ നീ ഏത് ഡിസിഷൻ എടുക്കുമോ? അയ്യോ, ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ യാത്രയിൽ നിങ്ങൾ ചിലപ്പോൾ ഐസൊലേറ്റഡ് ആവും. പ്രവാചകന്മാർ വിളിച്ചാൽ കാണത്തില്ല, കൂടെ നടന്നവർ കാണത്തില്ല, എല്ലാവരും നിങ്ങളെ തള്ളിക്കളയും. ഒറ്റയ്ക്കാക്കും. ദൈവം ഒറ്റയ്ക്കാക്കും. എന്തിനാണെന്നറിയാം? അന്നേരം നീ എന്ത് ഡിസിഷൻ എടുക്കും? നിന്റെ ഡിസിഷൻ പ്യുവർ ആണോ? നിന്റെ ഡിസിഷൻ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്? ഞാൻ എന്നിട്ടും പറയേ, എൻ്റെ ആ സങ്കടം എനിക്ക് മറയ്ക്കാൻ വയ്യ, ആ സങ്കടം എനിക്ക് പറയാൻ വയ്യ. കർത്താവ് ഇതൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ വീണ്ടും പോയി കിടന്നുറങ്ങി. യോന കയറി കിടന്നുറങ്ങിയ പോലെ വീണ്ടും ഞാൻ പോയി കിടന്നുറങ്ങി. ഞാൻ ആൻഡമാനിൽ ചെന്നിട്ട് മിനിസ്ട്രിക്ക് എന്നതാണ്, അവിടെയും പോയി കിടന്നുറങ്ങി. രാത്രിയായപ്പം ദൈവാത്മാവിനോട് ഒരു ദിവസം ഞാൻ ചെന്ന് താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഉറക്കത്തിൽ കിടക്കുമ്പോൾ ആ വീട്ടിൽ അന്ന് രാത്രി ഉറങ്ങാൻ പോയ വീട്ടിലെ ഒരു ഭൂത് അന്ന് രാത്രി വിട്ടുപോകും. ഉറങ്ങാൻ പോയ വീട്ടിലെ അന്ന് ചെന്ന് ഉറങ്ങാൻ കിടക്കാം. ആ വീടിനകത്ത് ദുരാത്മാവ് ഇളകിപ്പോയി. ഞാൻ പറയുന്നത് എന്തോന്ന് ഒത്തിരി നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ ആശിക്കാതെ വിട്ടുപോകും. ഞാൻ പാരാത്രിക്ക് എൻ്റെ കൂടെ കിടന്ന ബ്രദറിനെ വിളിച്ചു, എഴുന്നേക്ക്. എന്നോട് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ വീടിനകത്ത് ഇരുന്ന ദുരാത്മാവ് ഇന്ന് രാത്രി ഇളകി പോവാം. അർദ്ധരാത്രി കർത്താവിനോട് പറയാം, ഞാൻ ഉറങ്ങാൻ ചെന്നാ ആ വീട്ടിൽ. ഈ പുള്ളിയോട് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാതെ മടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. അവൻ ഉറക്കത്തിൽ കളകളാതെ ഒരു പ്രാർത്ഥന പിന്നെയും അവൻ കിടന്നുറങ്ങി. ഞാനും പ്രാർത്ഥിച്ചില്ല, ഞാനും കിടന്നുറങ്ങി. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ അടുത്ത ദിവസം 3 ദിവസം എനിക്ക് ദൈവത്തിൽ രമ്യതപ്പെടണം, കർത്താവിനോട് ക്ഷമ പറയണം. 3 ദിവസം ദൂരെയുള്ള ഒരു ഫാം ഹൗസിൽ അവരെന്നെ കൊണ്ടുവിട്ടു. ഞാൻ പറഞ്ഞു, എന്നെ ഇനി വിളിക്കല്, 3 ദിവസം ഞാനിവിടെ പ്രാർത്ഥിക്കാനിരിക്കാം. മൊബൈൽ സ്വിച്ച് ഓഫ്, നെറ്റ്വർക്ക് കിട്ടത്തില്ല, സ്വിച്ച് ഓഫ് എല്ലാമായി. ഈ വീട്ടിലോട്ട് തന്നെയാണ് ഞാൻ തിരിച്ചു ചെല്ലണ്ടേ. ഈ ഫാം ഹൗസ് അവരുടെ തന്നെയാണ്. അത് കഴിഞ്ഞ് അവിടെ തിരിച്ചു ചെല്ലണം. ഞാൻ 3 ദിവസം ഇവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് രാത്രി ഞാൻ കരഞ്ഞ് ദൈവത്തോട് ക്ഷമ പറഞ്ഞു. കർത്താവേ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, എൻ്റെ അറിവില്ലായ്മ, എൻ്റെ പരിജ്ഞാനമില്ല, ക്ഷമ പറഞ്ഞു. 2-ാം ദിവസം രാവിലെ എഴുന്നേറ്റു. 2-ാം ദിവസം സന്ധ്യയായപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥന നിർത്തിയിട്ട് നീ ആ വീട്ടിൽ മടങ്ങിച്ചെല്ലാൻ പറഞ്ഞു. 3 ദിവസം പ്രാർത്ഥിക്കാൻ വന്ന പ്രാർത്ഥന നിർത്തിയിട്ട് ഇവിടെ ഇനി ആരും വരത്തില്ല. ഈ ഫാം ഹൗസിൽ ആരും വരത്തില്ല. ഒരു കൃഷിക്കാരൻ അവിടെ ഉണ്ട്. ആ പുള്ളി വല്ലപ്പോഴും വേണമെന്ന് എനിക്കൊരു കരിക്ക് കൊണ്ടു തരും, അത്രേ ഉള്ളൂ. ഈ ഏരിയയിൽ കിടന്ന് വിളിച്ചു പോയാലും ആരും കേൾക്കത്തില്ല. അങ്ങനത്തെ സ്ഥലം ആൻഡമാനിൽ. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ വീട്ടിൽ ചെല്ലാം. എൻ്റെ മൊബൈലിൽ നെറ്റ്വർക്ക് ഇല്ല, അവരുടെ മൊബൈലിലെ ആ കൃഷിക്കാരൻ്റെ മൊബൈലിലെ നെറ്റ്വർക്ക് കൊണ്ട് ഞാൻ അവരെ വിളിച്ചു. മടങ്ങി വരാൻ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചറിയാം? ഇവരൊരിക്കലും വെളിയിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന ആളല്ല. അവരെല്ലാം വീട്ടിൽ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ, പാസ്റ്ററെ, ഞങ്ങൾ ഇന്ന് വീട്ടിലൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി ഞാൻ കർത്താവിനോട് പറഞ്ഞായിരുന്നു, ഈ വീട്ടിൽ നിന്ന് ദുരാത്മാവ് വിട്ടുപോകുന്നതിൻ്റെ അടയാളമാണ് ഈ വീട്ടിലുള്ള മൊത്തം പേർക്കും ഡയേറിയായി വോമിറ്റിംഗ് ആയിരിക്കും. കാരണം ഇവരുടെ അകത്ത് കൈവശം കിടക്കും. ആ വീട്ടിൽ ഉറങ്ങാൻ ഞാൻ ചെന്നതാ. കെട്ടുകൾ പൊട്ടി അഴിഞ്ഞു പോകും. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ല്. 2-ാം ദിവസം ഞാൻ മടങ്ങിച്ചെല്ലും. ഞാൻ മടങ്ങിച്ചെല്ലുമ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്റർ കഴിക്കുമോ? ഞാൻ ഇന്ന് വൈകിട്ട് ഞാൻ കഴിക്കും. ഫുഡ് മേടിച്ചുകൊണ്ടോ വീട്ടിലൊന്ന് കുക്ക് ചെയ്യും. ഞാൻ എന്ത് പറ്റി പോയേ? ഇന്ന് രാവിലെ വെളുപ്പിനെ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ മൊത്തം പേർക്ക് ഡയറിയ. എന്തോന്നറിയാം? തൊട്ട് വീട്ടിൽ അയലോക്കത്തിൽ നിന്ന് കൊണ്ട് കൈവശം കൊണ്ട് കൊടുത്തേക്കും. ഇവർ തകർന്നു പോകാൻ.
അത് ഇങ്ങനെ ഒളിച്ചിരിക്കുക. അന്ന് രാത്രി കർത്താവിനെ കാണിക്കുക, ചിലത് വിട്ടുപോകും. സ്റ്റോപ്പ് ചെയ്യാം. ആത്മമണ്ഡലത്തിൽ യാത്ര ചെയ്യും. ആത്മമണ്ഡലത്തിൽ യാത്ര ചെയ്യും കേട്ടോ. നമുക്കിനി പ്രാർത്ഥിക്കാം. സ്പിരിച്വൽ മണ്ഡലത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ലൈഫിൽ ചിലത് വരുന്നത് തിരിച്ചറി, സെൻസ് ചെയ്യും. ചില കൂട്ടുകാർ വരുന്നത് നിങ്ങളെ നന്നാക്കാനല്ല, പിശാച് ഏജന്റായിട്ട് അയച്ചതാ. അവരിത് കോപിച്ചോണ്ടൊന്നുമല്ല വരുന്നത്, ചിരിച്ചോണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ മെസ്സേജ് കേൾക്കുമ്പോൾ അദ്ദേഹം ഇതേ വേർഡ് പറയുക, നിങ്ങളെ തകർക്കാൻ. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തകർക്കാൻ ചിലർ വരുന്നത് ചിരിച്ചോണ്ടാണ് വരുന്നത്, ഫുഡ് തന്നുകൊണ്ടാണ് വരുന്നത്, ചോക്ലേറ്റ് തന്നുകൊണ്ടാണ് വരുന്നത്. തിരിച്ചറി, സ്പിരിച്വൽ മണ്ഡലത്തിൽ തിരിച്ചറി. ഈ പുള്ളി എന്തിനാ വരുന്നത്? എന്നോട് സ്നേഹം കാണിക്കുന്നത്, എന്നോട് പലതും കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നിങ്ങളെ കണക്ട് ചെയ്യുന്നവരോട് കണക്റ്റ് ആവും കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് തിരിച്ചറി. സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് തകർത്തുകളാം. ഇനി പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചേ.